നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള മാരത്തോൺ സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നിയമം ഒന്നും പഠിക്കാതെ തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും കാണുക. ഇതൊരു ഡിഗ്രി പ്രിലിംസിനുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ PSC പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ്. പ്രത്യേകിച്ച് നാളെ ഈ ഒരു എക്സാം നടക്കുന്നത് കൊണ്ട് ഡിഗ്രി പ്രിലിംസ് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ടാൻഡം PSC എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ PDF നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അവിടെ ഐച്ഛികമുണ്ട്, കയ്യെഴുത്തുണ്ട്, കൃത്രിമമുണ്ട്, ജന്മിത്വമുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പദം എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ഒരുപാട് ആവർത്തിക്കുന്ന ടൈപ്പ് ചോദ്യമാണത്. ഇവിടെ ഐച്ഛികമാണ് ഉത്തരം. കയ്യെഴുത്ത് തെറ്റാണ്. കയ്യെഴുത്ത് ഇങ്ങനെയല്ലേ ഇത്, എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ കൃത്രിമം തെറ്റാണ്, അതും ഇങ്ങനെയല്ലേ എഴുതുക. ജന്മിത്വവും ഇങ്ങനെയല്ല എഴുതുക. അപ്പോൾ ഐച്ഛികം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. അതേപോലെ യാദൃശ്ചികം എന്നുള്ളത് എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കുക. രണ്ട് ചായാണ് വരുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യുത് ശക്തി, PSCക്ക് വരാറുള്ള വാക്കുകളാണ് ഇതൊക്കെ. യാദൃച്ഛികം, വിദ്യുത് ശക്തി ഒക്കെ ഈ രീതിയിലാണ് എഴുതുക. ഷ വരൂല. അപ്പൊ നമ്മൾ പറയുമ്പോൾ യാദൃശ്ചികം എന്നാണ് ചിലപ്പോൾ പറയാം, പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. അതേപോലെ വിദ്യുത് ശക്തി ഇങ്ങനെയാണ് എഴുതുക. പിന്നെ കയ്യെഴുത്ത് എങ്ങനെ എഴുതുന്നത് കണ്ടില്ലേ. കയ്യെഴുത്തല്ല, രണ്ട് യാ അല്ല, പകരം കൈ എഴുത്ത് എന്നുള്ള രീതിയിലാണ് എഴുതുക. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് എഴുതുക. കൈ പിന്നെ എഴുത്താണ് കേട്ടോ. അപ്പൊ കയ്യെഴുത്തല്ല. അതേപോലെ കയ്യാമം കണ്ടില്ലേ. കയ്യാമവും ഇതേപോലെ പക്ഷെ നമ്മൾ പറയുമ്പോൾ കയ്യാമം എന്നാണ് പറയാ അല്ലെ. ഇങ്ങനെയാണ് പറയാ. ഇങ്ങനെയാണ് കയ്യാമെന്ന് പറയാം, പക്ഷെ അത് തെറ്റാണ്. എഴുതേണ്ടത് ഇങ്ങനെയാണ്, കയ്യാമാണ് അല്ലെ. കയ്യാമമാണ്. കൈ യാമം അങ്ങനെ ഓർത്താൽ മതി. കൃത്രിമം എന്നെങ്ങനെ എഴുതുക? നമ്മൾ ഓപ്ഷനിൽ കണ്ടത് എങ്ങനെയായിരുന്നു, ഓർമ്മ ഉണ്ടോ? കൃത്രിമം എന്നായിരുന്നു ഉണ്ടായിരുന്നതില്. കൃത്രിമമാണ്, ഓർത്തു വെക്കുക. അതേപോലെ നിവൃത്തി ഇങ്ങനെയാണ് എഴുതട്ടെ, നിവൃത്തി. ഇതൊക്കെ PSC ചോദിക്കുന്ന ആവർത്തിക്കുന്ന ഓപ്ഷനുകളിലോ അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ മെയിനായിട്ട് തന്നെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്, വാക്കുകളാണ് ഇതൊക്കെ. അതേപോലെ ജന്മിത്വം എന്നെങ്ങനെ എഴുതുക? ജന്മിത്വമല്ല, ത്വം തെറ്റാണ്, തമാണ്. ത്വം തെറ്റാണ്, തമാണ്. ജന്മിത്വമാണ്. അതേപോലെ കാട്ടാളത്തമാണ്, കാട്ടാളത്വമല്ല. കുട്ടിത്വമല്ല, കുട്ടിത്തമാണ്. കുട്ടിത്തമാണ്. മുതലാളിത്വമല്ല, മുതലാളിത്തമാണ്. ഊർധ്വതത്വം എന്നല്ല, തം എന്നാണ് വരിക അവസാനം. കാട്ടാളത്തം, ജന്മിത്വം, കുട്ടിത്തം, മുതലാളിത്തം. ഓക്കെ, അങ്ങനെയാണ് വരിക. അവസാനം രണ്ട് തായാണ് വരുന്നത്, ത്വ എന്നല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മൾ കുറച്ച് പദങ്ങൾ അതേപോലെ തെറ്റും ശരിയും നോക്കാം. കയ്യാമം നമ്മൾ പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് ശരിയാണ് അല്ലെ. ഇതാണ് കയ്യാമത്തിന്റെ ഐച്ഛികം. ഐച്ഛികമല്ല, ഐച്ഛികമാണ്. ഇത് പിന്നെയും കുറച്ച് ആളുകൾ ശരിയാക്കാനുള്ളത്. കാരണം നമ്മൾ പറയുമ്പോഴും ശരിക്ക് ഐച്ഛികം തന്നെയാണ് പറയാ അല്ലെ. അപ്പൊ കൂടുതൽ ആളുകൾ ശരിയാക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, ഐച്ഛികമാണ്. പിന്നെ ഓരോന്ന് വീതം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഓരോന്ന് വീതം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഒന്നുകിൽ ഓരോന്ന് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് വീതം. ഓരോന്ന് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീതം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ ഒന്ന് വീതം എന്ന് പറയണം, അല്ലെങ്കിൽ ഓരോന്ന് എന്ന് പറയണം. ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. ഓരോ പുസ്തകങ്ങളും എന്ന് പറയേണ്ട, ഓരോ പുസ്തകവും പറഞ്ഞാൽ മതി. ഓരോ പുസ്തകങ്ങളും വേണ്ട, ഓരോ പുസ്തകവും പറഞ്ഞാൽ മതി. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടിത്തമാണ്. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടിത്തമാണ്. പിടിക്കലാണ്. നമ്മൾ പിടിക്കല ചെയ്യൽ, പിടുക്കൂലല്ലോ. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. കണ്ടുപിടിത്തമാണ് ശരി.
കവയത്രി എങ്ങനെ എഴുതുക? കവയത്രി എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും, പക്ഷെ കവയിത്രിയാണ്. കവയിത്രിയാണ്, ഇത്രി. പിന്നെ കീഴ്ക്കോടതി. കീഴ്ക്കോടതി എന്ന് എഴുതുമ്പോൾ 2 ക വരും, കീഴ്ക്കോടതിയാണ്. 2 ക ഉണ്ടാകും. ഇത് തെറ്റാണ് കേട്ടോ. ഒരു കീഴ്ക്കോടതി എന്നല്ല, കീഴ്ക്കോടതിയാണ്. അവിടെ ഒരു കോടതിയൊക്കെ അല്ലേ, കുറച്ച് കട്ടി കടന്നോട്ടെ അല്ലെ. കുടിശ്ശിക എങ്ങനെ എഴുതുക? കുടിശ്ശികക്ക് 2 ഷ ഉണ്ടാകും. കുടിശ്ശിക 2 ഷ ഉണ്ടാകും അല്ലെ. കൈച്ചിലവ് അല്ല, കൈച്ചലവാണ്. കൈച്ചിലവല്ല, കൈച്ചലവാണ്. അത് നോക്കുക. ഗൂഢാലോചന എങ്ങനെ എഴുതുക? ഗൂഢാലോചനയാകുമ്പോൾ ഒരു കെട്ടൊക്കെ ഉണ്ടാവും, തലക്കൽ ഒരു കെട്ടൊക്കെ ഉണ്ടാവും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗൂഢാലോചനയൊക്കെ ആകുമ്പോൾ ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ ആലോചന നടത്താനുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഗൂഢാലോചനയുടെ ഡായ്ക്ക് കെട്ടുള്ള ഡായാണ് വരുന്നത് ഗൂഢാലോചന. ചിലവ് തെറ്റാണ്, ചെലവാണ്. ചെലവാകുക എന്നാണ് പറയാം, ചിലവാകുകയല്ല, ചെലവാകുകയാണ്. ചിലവായല്ല, ചെലവാണ് അല്ലെ. ചുമരല്ല, ചുവരാണ്. ചുമര് എന്ന് നമ്മൾ പറയുന്നുണ്ടാവും, പക്ഷെ ചുവരാണ് ശരി കേട്ടോ. ചെങ്ങാത്തമല്ല, ചങ്ങാത്തമാണ് ശരി. ചെങ്ങാത്തമല്ല, ചങ്ങാത്തമാണ് ശരി. പിന്നെ ചിലപ്പോൾ പറയാറുണ്ട് ചെയ്യിപ്പിക്കുക എന്ന്. ചെയ്യിപ്പിക്കുക എന്നല്ല, ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ മതി. ആ പായുടെ ആവശ്യം അവിടെ ഇല്ല. ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വാക്ക് പൂർണ്ണമാണ് കേട്ടോ. അതേപോലെ ജഡം എന്ന് എഴുതുമ്പോൾ ഈ ഡായാണ് യൂസ് ചെയ്യുക. കെട്ടുള്ള ഡായല്ല, അതും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഡായാണ് യൂസ് ചെയ്യുക. ഇനി തീപിടുത്തമല്ല, തീപിടുത്തമാണ്. 2 പായാണ്. തീ പിടുത്തമാണ്. ഉടുത്തവുമല്ല, പിടുത്തമാണ്. തീ പിടുത്തം. തീയതി എന്ന് എങ്ങനെ എഴുതാം? തീയതി എന്ന് 2 രീതിയിൽ എഴുതാം. ഒന്നുകിൽ തീയതി എന്ന് എഴുതാം, അല്ലെങ്കിൽ തീയതി എന്ന് എഴുതാം. തീന്ന് നീട്ടിയിട്ട് പിന്നെ യാക്ക് ഇരട്ടിപ്പ് വേണ്ട. ഒന്നുകിൽ തീയതി അല്ലെങ്കിൽ തീയതി. ഇപ്പൊ യാക്ക് ഇരട്ടിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ താക്ക് ദീർഘം വേണ്ടല്ല, തീന്ന് വേണ്ട, തീ മതി. അല്ലെങ്കിൽ തീയതി എന്ന് എഴുതാം. 2 രീതിയിലും എഴുതാം. തെരഞ്ഞെടുപ്പല്ല, തിരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് തെറ്റാണ്. ശരിയായ പ്രയോഗം ഏതാണ്? തെരഞ്ഞെടുപ്പാണ്. ഈ ഭാഗത്തുള്ളതൊക്കെ ശരിയും ഈ ഭാഗത്തുള്ളതൊക്കെ തെറ്റുമാണ് കേട്ടോ. ദിനപത്രമല്ല, ദിനപത്രം മതി. ദിനപത്രം വേണ്ട, ദിനപത്രം മതി കേട്ടോ. പത്രം മതി. ദിനത്തിൽ വരുന്ന പത്രം ദിനപത്രമാണ്, ദിനപത്രമല്ല. ദിവസേന, സാക്ക് ഇരട്ടിപ്പില്ല, ദിവസേന. പിന്നെ ദൈന്യത എന്ന് സ്ഥിരമായിട്ട് പലരും പറയാറുണ്ട്. ദൈന്യത തെറ്റാണ്. ദൈന്യം എന്ന് പറഞ്ഞാൽ മതി. ദൈന്യത എന്ന് വേണ്ട, ദൈന്യം എന്ന് മതി അല്ലെ. പിന്നെ പണ്ട് കാലം തെറ്റാണ്. പണ്ട് എന്ന് മതി. പണ്ട് കാലം എന്ന് പറയേണ്ട ആവശ്യമില്ല, പണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ പിന്നോക്കവും മുന്നോക്കവും, അത് നമ്മൾ പറയുമ്പോൾ പിന്നോക്കാവസ്ഥ, മുന്നോക്കാവസ്ഥ എന്നൊക്കെ പറയും. പക്ഷെ പറയേണ്ടത് അങ്ങനെയാണെങ്കിലും എഴുതേണ്ടത് ഇങ്ങനെയാണ്. പിന്നാക്കം, മുന്നാക്കമാണ്. പിന്നാക്കം, മുന്നാക്കം. നമ്മൾ പിന്നോക്കം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. പിന്നാക്കമാണ്, അതേപോലെ മുന്നാക്കമാണ്. പുനഃപരിശോധന എന്ന് എഴുതുമ്പോൾ പിന്നെ പുന കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാ മതി, ഇരട്ടിപ്പ് വേണ്ട. പുനഃപരിശോധന മതി. ആ ഒരു അതിനിടയ്ക്കുള്ള ആ ഒരു ഇത് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ പ്രവർത്തിക്കുക എന്നുള്ളത് പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കണ്ട, പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തിക്കുക. പ്രാരാബ്ധം വേണ്ട, പ്രാരബ്ധം മതി കേട്ടോ. പ്രാരാബ്ധം നമ്മൾ എപ്പോഴും പ്രാരാബ്ധം എന്നാണ് പറയാ, പക്ഷെ പ്രാരബ്ധം മതി. പ്രസ്താവന, പ്രസ്താവനക്ക് രഥത്തിന്റെ താ വേണ്ട, ഏത് മതി? സാധാ താ മതി അല്ലെ. പ്രസ്താവനാ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രസ്താവനാ ചോദ്യങ്ങൾക്ക് പിന്നെ രഥത്തിന്റെ ആവശ്യമില്ല എന്ന് ഓർത്തിച്ചാൽ മതി. പ്രസ്താവനക്ക് എന്ത് വേണ്ട? രഥത്ത് വന്ന് പ്രസ്താവിക്കണ്ട എന്ന് ഓർത്തിച്ചാൽ മതി. രഥം വേണ്ട, പ്രസ്താവനക്ക് സാധാ താ മതി. പ്രസ്താവനക്ക് സാധാ താ മതി. ഓക്കെ. ഇനി പ്രാസംഗികനല്ല, പ്രസംഗകനാണ്. പ്രാസംഗികൻ നമ്മളെപ്പോഴും പലരും പറയാറുണ്ടല്ലോ, പ്രാസംഗികൻ, അടുത്ത പ്രാസംഗികൻ, അല്ല നമ്മൾ കാത്തിരുന്ന പ്രാസംഗികൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടാകും. പക്ഷെ പ്രാസംഗികനല്ല, തെറ്റാണ്. പ്രസംഗകനാണ്. പ്രസംഗിക്കുന്നയാള് പ്രസംഗകനാണ്, പ്രാസംഗികനല്ല. പ്രത്യേകം ഓർത്തു വെക്കുക. മനസ്സാക്ഷി എഴുതുമ്പോൾ ഒരു സാ മതി, അല്ലെങ്കിൽ ഈ രീതി. ഈ രണ്ട് രീതിയിലും എഴുതാം. ഒന്നുകിൽ പിന്നെ സാക്ഷി മതി, അല്ലെങ്കിൽ മനസ്സാക്ഷി. അവിടെ 2 സാ വരാം. ഈ ഒരു ചിഹ്നവും പിന്നെ 2 സായും ഒരുമിച്ച് വേണ്ട എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഒന്ന് മനസ്സാക്ഷി, അല്ലെങ്കിൽ മനസാക്ഷി. പിന്നെ മുഖാന്തിരം തെറ്റാണ്, മുഖാന്തരമാണ്. മുഖാന്തിരം തെറ്റാണ്, മുഖാന്തരമാണ് ശരി. ഇതാണ് ശരിയായിട്ടുള്ള രൂപം, മുഖാന്തരം. യഥാകാലത്ത് വേണ്ട, എന്ത് മതി? യഥാകാലം മതി. യഥാകാലം മതി, യഥാകാലത്ത് വേണ്ട. രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ്.
രക്ഷകർത്താവല്ല, രക്ഷ നൽകുന്നയാള് രക്ഷാകർത്താവാണ് കേട്ടോ. രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ്. രാഷ്ട്രീയപരമായ വേണ്ട രാഷ്ട്രീയമായ. എന്താണ് രാഷ്ട്രീയമായ എന്നുള്ളതിന്റെ അർത്ഥം? രാഷ്ട്രീയം എന്നതുകൊണ്ട് അർത്ഥം എന്താണ്? രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം അല്ലെ? രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. അപ്പൊ രാഷ്ട്രീയമായ മതി, രാഷ്ട്രീയപരമായ എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. വളർച്ചാ നിരക്കിന് വളർച്ച മതി, വളർച്ചാ ദീർഘം വേണ്ട, വളർച്ച നിരക്ക് മതി. വിഡ്ഢിത്തം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഡാക്ക് എന്ത് വേണം? കെട്ട് വേണം അല്ലെ? ഒരു വിഡ്ഢിത്തത്തിന്റെ ആദ്യത്തെ ഡാ സാധാ ഡായാണ്, കെട്ടില്ലാത്ത ഡായാണ്. രണ്ടാമത്തത് കെട്ടുള്ള ഡായാണ് അല്ലെ? രണ്ടാമത് വിഡ്ഢിത്തം ചെയ്താൽ കെട്ടിടണം നമുക്ക് ഓർത്തിച്ചാൽ മതി. ഇപ്പൊ വിഡ്ഢിത്തത്തിന്റെ ആദ്യ ഡാ കെട്ടില്ലാത്ത ഡായും രണ്ടാമത്തത് കെട്ടുള്ള ഡായുമാണ്. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ശുപാർശ പലരും ചെയ്യാറുണ്ട്, തെറ്റാണ്. ശുപാർശയാണ് ചെയ്യേണ്ടത് കേട്ടോ. ശുപാർശയാണ്, ശുപാർശയല്ല, ശുപാർശയാണ്. സത്യാഗ്രഹമല്ല, എന്താണ്? സത്യഗ്രഹമാണ്. സത്യാഗ്രഹം വേണ്ട, സത്യഗ്രഹം മതി. സദാകാലവും വേണ്ട, സദാ മതി, അല്ലെങ്കിൽ എക്കാലവും മതി. സദാകാലവും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ സദാ എന്ന് പറയാം. സദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ എല്ലാ കാലവും എന്നുള്ള അർത്ഥമാണ്. ഒന്നുകിൽ സദാ പറയാ, അല്ലെങ്കിൽ എക്കാലവും പറയാ. സദാകാലവും എന്നുള്ള പ്രയോഗം തെറ്റാണ്. സർവതോന്മുഖമായ പുരോഗതി എന്ന് പലപ്പോഴും പറയാറുണ്ട്, തെറ്റാണ്. സർവതോമുഖമായ പുരോഗതിയാണ് കേട്ടോ. സർവതോന്മുഖം വേണ്ട, സർവതോമുഖം മതി. പിന്നെ സാൻമാർഗികപരം വേണ്ട, സാൻമാർഗികം മതി. സാമുദായികപരം വേണ്ട, സാമുദായികം മതി. സാമൂഹികപരം വേണ്ട, സാമൂഹികമായാന്ന് മതി കേട്ടോ. സാമൂഹികം അല്ലെങ്കിൽ സാമൂഹികമായാന്ന് മതി. സാമുദായിക പരം മതി, പരത്തിന്റെ ആവശ്യമില്ല. സാമ്രാട്ടല്ല, സമ്രാട്ടാണ്, അതും ഓർത്തു വെക്കുക. സാമ്പത്തികപരമായ വേണ്ട, സാമ്പത്തികമായ മതി. സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. സൃഷ്ടിയും സ്രഷ്ടാവുമാണ്. സൃഷ്ടി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? സൃഷ്ടി എന്ന് എഴുതുന്നത് കറക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എഴുതിയ പോലെയാണ് എഴുതുക, സൃഷ്ടി എന്ന് എഴുതുക. പക്ഷെ സ്രഷ്ടാവുമ്പോ സൃ അല്ല, സ്രായാണ്. സൃഷ്ടി എന്ന് എഴുതൽ ഇങ്ങനെയാണ്. സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. എന്നാൽ സൃഷ്ടാവ് എഴുതുമ്പോൾ സ്രഷ്ടാവാണ് ഇത്, സൃ അല്ല, സ്രായാണ്. സ്വതവേ തെറ്റാണ്, സ്വതേ മതി. സ്വതവേ തെറ്റാണ്, സ്വതേ മതി അല്ലേ? സ്വതേ മതി, സ്വതവേ. പിന്നെ സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന, ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കായിരിക്കുമല്ലോ ഇത്. ഹാർദമാണ് ശരി, ഹാർദവമല്ല. ഇതൊരു ഇതുണ്ടാവും കേട്ടോ. ഹാർദം മതി, ഹാർദവം വേണ്ട. ഹാർദവം തെറ്റാണ്. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് പ്രസംഗത്തിലൊക്കെ കേൾക്കുന്നതാണ് അല്ലെ? ഹാർദവം വേണ്ട, ഹാർദം മതി. ഓക്കെ, ഹാർദമായി സ്വാഗതം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് വേണ്ടിയുള്ള നമ്മുടെ കാൻഡം PSCയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 16 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് അഡ്മിഷൻ ഉണ്ട്. 2 ബാച്ചാണ് നമുക്കുള്ളത്. ഒന്ന് നമുക്ക് പിന്നെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 2 ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പേപ്പർ 1ന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. മാത്സ് ആൻഡ് മെന്റബിലിറ്റി അടക്കം കറണ്ട് അഫയേഴ്സ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് 1499 രൂപയാണ് അതിന് ഫീ വരുന്നത്. മാത്സിൽ പിന്നെ പേപ്പർ 2 മാത്രമാണെങ്കിൽ അതിന് 1099 രൂപയാണ് ഫീസ് വരുന്നത്. ചെറിയ ഫീസേ ഉള്ളൂ. നമുക്ക് പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. അതോടൊപ്പം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് പിന്നെ ഒരു മേഖലയിൽ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ആഴത്തിലുള്ള ക്ലാസ്സുകൾ തന്നെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒരു ബാച്ചിൽ അവൈലബിൾ ആവുക. അപ്പൊ ജൂൺ 30 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പിന്നെ ഫീസിൽ 10% കിഴിവുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇവിടെ 2 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7034-327-690, 9544-166-690. ഈ രണ്ടാലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് വാട്സപ്പ് നമ്പർ. 2 നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, പക്ഷെ ഇതിലായാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും. കോൾ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഇവിടെ നോക്കുക, ശരിയായ വാക്യം കണ്ടെത്തുക. മനു ആദ്യവും, പിന്നീട് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ഇപ്പൊ നോക്കണ്ട, ഞാനത് സ്ലൈഡിൽ ഓർമ്മയില്ലാതെ കൊടുത്തു പോയതാണ്. മനു ആദ്യവും പിന്നീട് ഭാര്യയും ഭക്ഷണം കഴിച്ചു എന്നാണ്
കൊടുത്തിട്ടുള്ളത്. ആദ്യം മനുവും ഭാര്യ പിന്നീടും ഭക്ഷണം കഴിച്ചു. ആദ്യം മനുവും പിന്നീട് ഭാര്യയും ഭക്ഷണം കഴിച്ചു. ഭാര്യ പിന്നീടും ആദ്യം മനുവും ഭക്ഷണം കഴിച്ചു. ഇതിൽ ഓരോന്നിനും തെറ്റെന്താണ്? മനു ആദ്യവും പിന്നീട് ഭാര്യയും എന്നല്ല പറയേണ്ടത്. മനു ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പിന്നീടും ആക്കണം. അല്ലെങ്കിൽ ആദ്യം മനുവും പിന്നീട് ഭാര്യയും. അതായത് രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം വരേണ്ടത്. ആദ്യം പേര് പറഞ്ഞു, മനു എന്ന പേര് പറഞ്ഞ് പിന്നെ മനു ഭക്ഷണം കഴിച്ച ഓർഡറാണ് പറയുന്നതെങ്കിൽ ഭാര്യയുടെ കാര്യത്തിലും ആ രീതിയിൽ തന്നെ പറയണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ആദ്യം ഓർഡർ പറയാ, പിന്നെ ഭക്ഷണം കഴിച്ച ആളെ പേര് പറയാം. അപ്പൊ ആദ്യം മനു പിന്നെ ഭാര്യ, അങ്ങനെയാണ് ശരി. അല്ലെങ്കിൽ പിന്നെ ഭാര്യ ആദ്യം, പിന്നെ അല്ലെങ്കിൽ പിന്നെ ആദ്യം മനു പിന്നീട് ഭാര്യ, അല്ലെങ്കിൽ മനു ആദ്യം ഭാര്യ പിന്നീട്, ആ രീതിയിൽ ആ ഓർഡറിലായിരിക്കണം വരേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത് നോക്കൂ. ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങുന്നതിനും സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനും കിടന്നുറങ്ങാനും സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാനും സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും സൗകര്യമുണ്ട്. ഇവിടെ ഡി ആണ് ശരി അല്ലെ? ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും, അത് രണ്ടും ഒരേപോലെ വരണം. കഴിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നതിനും പറ്റൂല, ഉറങ്ങാനും തന്നെ വേണം. ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനും കിടന്നുറങ്ങുന്നതിനും സൗകര്യമുണ്ട്. ഓക്കെ. ഇനി പാടുന്നത് അവർക്കും കൂടി കേൾക്കാം. അത് തെറ്റാണല്ലേ? പാടുന്നത് അവൾക്കും കേൾക്കാൻ മതി, പിന്നെ ഒരു കൂടിയുടെ ആവശ്യമില്ല. അവൾക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ കൂടിയുടെ ആ ഒരു പ്രയോഗം അവിടെ വന്നു. അപ്പോൾ പാടുന്നത് അവൾക്കും കേൾക്കാം. പിന്നെ അടുത്ത ഇത് നോക്കൂ. എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? ആവശ്യമില്ല. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത്? അതായത് സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹുജനത്തിന്റെ ആവശ്യമില്ല. 10 വർഷം എന്ന് മതി. 10 വർഷങ്ങൾ. 100 പുസ്തകങ്ങൾ വേണ്ട, 100 പുസ്തകം മതി. ആ രീതിയിലുള്ളത് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക. സംഖ്യ പറഞ്ഞാൽ പിന്നെ അവിടെ ബഹുവചന പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്ന് പറയേണ്ട. അജഗജാന്തരം പറഞ്ഞ തന്നെ വ്യത്യാസം തന്നെയാണ്. അപ്പൊ അവർ തമ്മിൽ അജഗജാന്തരം ഉണ്ടെന്ന് പറഞ്ഞത്. അച്ചവും ഗജവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിക്കാനാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് അല്ലെ? അജവും ഗജവും തമ്മിലുള്ള അന്തരമാണ് അജഗജാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അജഗജാന്തരത്തിന് ശേഷം പിന്നെ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രയോഗമാണ് എല്ലാ വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. ആവശ്യമില്ല. എല്ലാം എന്ന് പറഞ്ഞാലും തോറ് എന്ന് പറഞ്ഞാലും സമാനമായ അർത്ഥം വരുന്നു. അപ്പൊ വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരു രീതിയിൽ വരുന്ന തെറ്റാണ് കൃഷിരീതികളെ ആധുനികവൽക്കരിക്കേണ്ടതാണ്. ഇവിടെ ആധുനികവൽക്കരിക്കേണ്ടതാണെന്ന് പറയേണ്ട, ആധുനികീകരിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ മതി. ആധുനികവൽക്കരിക്കേണ്ടതാണെന്നുള്ളത് തെറ്റാണ്. ആധുനീകരണം മതി, ആധുനികവൽക്കരണം വേണം. ഓർത്തു വെക്കുക. കൃഷിരീതികളെ ആധുനികീകരിച്ചാൽ മതി, ആധുനികവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രയോഗം തെറ്റാണെന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ അടുത്ത നോക്കുക. പരീക്ഷ കഠിനമായത് കൊണ്ടാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. കൊണ്ടാണ് കാരണം. ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകളാണല്ലോ. മലയാളത്തിൽ കൊണ്ടാണെന്ന് പറഞ്ഞാലും കാരണം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് മതി. പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം, അത് മതി. അല്ലെങ്കിൽ പരീക്ഷ കഠിനമായത് കൊണ്ടാണ് കുട്ടികൾ തോറ്റത് എന്ന് മതി. അപ്പൊ കൊണ്ടാണെന്നും കാരണവും രണ്ടും കൂടി വേണ്ട. പരീക്ഷ കഠിനമായത് കൊണ്ടാണ് കുട്ടികൾ തോറ്റത് എന്ന് പറയാം, അല്ലെങ്കിൽ പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. കൊണ്ടാണും കാരണവും രണ്ടും കൂടി ഒരുമിച്ച ഒരു സെന്റൻസിൽ ആവശ്യമില്ല. പിന്നെ ഇവിടെ നോക്കൂ. നല്ല ദിനം ഇറച്ചി കോഴികൾ വിൽക്കപ്പെടും. ആ സെന്റൻസ് തെറ്റാണ്. അതല്ലെങ്കിൽ ഈ കടയിൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടും. വിൽക്കപ്പെടും എന്ന് വേണ്ട, വിൽക്കും എന്ന് പറഞ്ഞാൽ മതി. വിൽക്കപ്പെടും വേണ്ട, വിൽക്കും എന്ന് പറഞ്ഞാൽ മതി. ഏകദേശം 300ഓളം ആളുകൾ എത്തിയിരുന്നു വേണ്ട. ഓളവും ഏകദേശവും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഒന്നുകിൽ ഏകദേശം 300 ആളുകൾ എത്തിയിരുന്നു, അല്ലെങ്കിൽ 300ഓളം ആളുകൾ എത്തിയിരുന്നു എന്ന് മതി. ഏകദേശം 300ഓളം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഇനി നമ്മൾ കുറച്ച് പര്യായ പദങ്ങൾ പഠിക്കാം. PSC ഇപ്പൊ എല്ലാ പരീക്ഷയിലും ഒരു പര്യായ പദമെങ്കിലും ചോദിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ പര്യായമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ആകാശത്തിന്റെ പര്യായമല്ലാത്തത് ഏത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇപ്പൊ ഭൂമിയുടെ പര്യായം ഏതൊക്കെയാണ്? അവനിയുണ്ട്, ധരയുണ്ട്, ധരണിയുണ്ട്, മേദിനിയുണ്ട്, ക്ഷോണിയുണ്ട്, ഉർവിയുണ്ട്, ഭൂവനമുണ്ട്, മഹി, വസുധ, വിശ്വം, പൃഥ്വി. ഇതൊക്കെ ഭൂമിയുടെ പര്യായങ്ങളാണ്. ഏതൊക്കെയാണ്? അവനിയുണ്ട്, ധരയുണ്ട്, ധരണിയുണ്ട്, മേദിനിയുണ്ട്, ക്ഷോണിയുണ്ട്, ഉർവിയുണ്ട്. ഉർവിയാണ് കേട്ടോ, ഗുർവിയല്ല, ഉർവിയാണ്. ഗുർവി എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ സ്ത്രീലിംഗമാണ് ഗുർവി അല്ലെ? ഇത് ഉർവിയാണ്. പൂവനമുണ്ട്,
മഹിയുണ്ട്, വസുധയുണ്ട്, വിശ്വമുണ്ട്, പൃഥ്വിയുണ്ട്. ഇതൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഭൂമിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? അവനി, ധര, ധരണി, മേദിനി, ക്ഷോണി, ഉർവി, ഭുവനം, മഹി, വസുധ, വിശ്വം, പൃഥ്വി. ഭൂമി കഴിഞ്ഞാൽ പിന്നെ ആകാശത്തെ കുറിച്ച് നോക്കാമല്ലോ. നമുക്ക് ആകാശം, വാനമുണ്ട്, വിണ്ണുണ്ട്, ദ്യോവുണ്ട്, ഖമുണ്ട്, പൂജ്യമുണ്ട്, ഹരിശ്ചന്ദ്രപാത, ഹരിശ്ചന്ദ്രവീതി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും സാധാരണഗതിയിൽ PSC ചോദിക്കാത്തതാണ്. ഈ ഒരു ഗഗനം ഇമ്പോർട്ടന്റ് ആണ്, നഭസ് ഇമ്പോർട്ടന്റ് ആണ്, അബ്രം ഇമ്പോർട്ടന്റ് ആണ്, വാനം, വിണ്ണ്, ദ്യോവ്, ഖം, പൂജ്യം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹരിശ്ചന്ദ്രപാതയും ഹരിശ്ചന്ദ്രവീതിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. മേഘത്തിന്റെ എന്തൊക്കെയാണ്? കാറുണ്ട്, നമ്മൾ മഴക്കാർ എന്ന് പറയാറുണ്ട് അല്ലെ, മഴക്കാർ എന്ന് പറയാറുണ്ട്. അപ്പൊ കാറ് മേഘത്തിന്റെ പര്യായമാണ്. കൊണ്ടൽ മേഘത്തിന്റെ പര്യായമാണ്. മഴ കൊണ്ടാൽ എന്നൊക്കെ ആണെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. കൊണ്ടൽ മേഘത്തിന്റെ പര്യായമാണ്. ജീമൂതം, നീരദം, ജീമൂതവും നീരദവും ഉണ്ട്. മേഘം മുകളിലാണ് ഉണ്ടാവുക അല്ലെ. മുകിൽ പര്യായമാണ്. പയോധം പര്യായമാണ്. അമ്പുതം പര്യായമാണ്. അംബുജം എന്താണ്? താമരയാണ് അല്ലെ. അംബുജം എന്നാൽ താമരയാണ്. അംബുദം എന്നാൽ മേഘമാണ്. അഭ്രമുണ്ട്, ചലധമുണ്ട്, നീരദമുണ്ട്. ഈ അഭ്രം എന്ന വാക്ക് ആകാശത്തിനും പറയാറുണ്ട്, മേഘത്തിനും പറയാറുണ്ട് കേട്ടോ. ഇനി മറ്റൊരു PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു പര്യായമാണ് നദിയുടെ പര്യായങ്ങൾ. പുഴയുണ്ട്, ആറുണ്ട്, അരുവിയുണ്ട്. ഇത് മൂന്നും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഉള്ളതാണ് ഇമ്പോർട്ടന്റ് കല്ലോലിനി, സരിത്ത്, നിമ്നക, വാഹിനി, തടിനി, പയശ്വിനി. തടിനി എന്നാൽ നദിയാണെന്നുള്ളത് പലപ്പോഴും പറയില്ല അല്ലെ. ഇപ്പൊ തടിനി, പയശ്വിനി. അപ്പൊ തടിനി വേണേൽ ഓർത്തു വെക്കാൻ, ഈ പുഴയിലൂടെ മരത്തടികളൊക്കെ ഒലിച്ചു വരാറുണ്ടല്ലോ. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ മരത്തടികളൊക്കെ ഒലിച്ചു വരാറുണ്ട്. അതുമായിട്ട് ഓർത്ത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ജലം വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വാഹിനി എന്ന പേര് നമുക്ക് കണക്ട് ചെയ്യാം. പയശ്വിനി ഉണ്ട്, പയശ്വി ഡാം നദിയിലാണെന്നുള്ളത് രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. പയശ്വിനി, തടിനി, വാഹിനി, നിമ്നക, സരിത്ത്, കല്ലോലിനി, അരുവി, ആറ്, പുഴയൊക്കെയാണ് നദിയുടെ പര്യായ പദങ്ങൾ. ഇനി കാടെന്താണ്? കാടിന്റെ പര്യായം അടവിയുണ്ട്, അരണ്യമുണ്ട്, ആരണ്യമുണ്ട്, കാനനമുണ്ട്, കാന്താരമുണ്ട്, ഗഹനമുണ്ട്, വനമുണ്ട്, വിപിനമുണ്ട്. അരണ്യവും ആരണ്യവും ഉണ്ട് കേട്ടോ. അരണ്യം എന്നും പറയും, ആരണ്യം എന്നും പറയും. കാനനമുണ്ട്, കാനനച്ചാലയിൽ ആടുമേക്ക എന്ന പാട്ടൊക്കെ ഉണ്ട് അല്ലെ. കാനനം, കാനനം കാടാണ്. കാന്താരം അതും കാടാണ്. ഗഹനം കാടാണ്. വനം കാടാണ്. വിപിനം കാടാണ്. കാനന ചന്ദ്രിക നമ്മൾ പറയാറുള്ള ഒരു പ്രയോഗമാണല്ലോ. കാനന ചന്ദ്രിക എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരമില്ലാത്ത കാര്യം എന്നാണ്. അതായത് ഈ ചന്ദ്രന്റെ ശോഭ ഒരു കൊടുങ്കാട്ടിനുള്ളിൽ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ രീതിയിലാണ് കാനന ചന്ദ്രിക എന്ന പ്രയോഗം പറയാറുള്ളത്. അതായത് ഉപയോഗശൂന്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് കാനന ചന്ദ്രിക എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പ്രയോഗത്തിന്റെ ഭാഗത്ത് PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കാനന ചന്ദ്രികയുടെ അർത്ഥം എന്തെന്ന്. ഉപയോഗശൂന്യമായത് എന്നാണ് അർത്ഥം. ഇനി ചില ഒറ്റ പദങ്ങൾ കൂടി നമുക്ക് നോക്കിയിട്ട് മലയാളത്തിന്റെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അച്ഛന്റെ അച്ഛൻ ആരാണ്? പിതാമഹനാണ് കേട്ടോ. അച്ഛന്റെ അച്ഛനാണ് പിതാമഹൻ. അമ്മയുടെ അച്ഛനെ പിതാമഹൻ എന്ന് പറയൂല കേട്ടോ. അമ്മയുടെ അച്ഛൻ നമുക്ക് പറയാം. അച്ഛന്റെ അച്ഛൻ പിതാമഹനും അച്ഛന്റെ അമ്മ പിതാമഹിയാണ്. എന്നാൽ അമ്മയുടെ അച്ഛനാണെങ്കിൽ മാതാമഹനാണ്. അമ്മയുടെ അമ്മ മാതാമഹിയാണ്. മകളുടെ ഭർത്താവ് ജാമാതാവാണ്. ഭാര്യയുടെ പിതാവാണ് ശ്വശുരനാണ്. മകളുടെ ഭർത്താവ് ജാമാതാവ്, ഭാര്യയുടെ പിതാവ് ശ്വശുരനാണ്. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയെ ശ്വശു എന്ന് പറയും. ശ്വശു. സഹോദരി പുത്രൻ ഭാഗിനേയനാണ്. സഹോദരിയുടെ ഭർത്താവ് സ്വാലനാണ്. അളിയൻ സ്വാലനാണ്. സഹോദരിയുടെ ഭർത്താവ് സ്വാലനാണ്. സഹോദരി പുത്രനാണ് ഭാഗിനേയനാണ്. ഭാര്യ മരിച്ചയാളെ പറയാം വിഭാര്യൻ അല്ലെങ്കിൽ വിധുരൻ എന്നാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിധവ അല്ലെങ്കിൽ മുണ്ടച്ചിയാണ്. ഭർത്താവ് മരിച്ചയാളെ സ്ത്രീയെ പറയല് ഒന്നെങ്കിൽ വിധവ എന്ന് പറയും അല്ലെങ്കിൽ മുണ്ടച്ചി എന്ന് പറയും. ഭാര്യ മരിച്ചയാളെ വിഭാര്യൻ അല്ലെങ്കിൽ വിധുരൻ എന്ന് പറയും. പുത്രന്റെ പുത്രനാണ് പൗത്രനാണ് അല്ലെ. പുത്രന്റെ പുത്രിയാണെങ്കിൽ പൗത്രിയാണ്. എന്നാൽ മകളുടെ മകൻ ആരാണ്? ദൗഹിത്രനാണ് അല്ലെ. മകളുടെ മകള് ദൗഹിത്രിയാണ്. മകന്റെ മകനാണ് പൗത്രൻ, മകന്റെ മകളാണ് പൗത്രി. മകളുടെ മകളാണെങ്കിൽ അവിടെ ദൗഹിത്രി എന്നാണ് പറയുന്നത്. ഇപ്പൊ മകളുടെ മകളുണ്ട്, കൂട്ടത്തിൽ പൗത്രിയും ഉണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാറിപ്പോകരുത്. മകളുടെ മകൾ ആരാണ്? അത് ദൗഹിത്രിയാണ്. മകളുടെ മകനാണെങ്കിൽ ദൗഹിത്രനുമാണ്. സഹോദരിയുടെ മകൾ ആരാണ്? ഭാഗിനേയാണ് അല്ലെ. സഹോദരിയുടെ മകൾ ഭാഗിനേയാണ്. പുത്രന്റെ ഭാര്യ സ്നുഷയാണ്.
പുത്രന്റെ ഭാര്യ, മകന്റെ ഭാര്യ ആരാണ്? സ്നുഷയാണ്. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ എന്ന അർത്ഥത്തിലാണ് പതിവ്രത എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. പതിവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൽ നിഷ്ഠയുള്ളവർ, അതായത് ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യക്കാണ് പതിവ്രത എന്ന് പറയും. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ ആരാണ്? പതിവ്രതയാണ്. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നയാളെ ജിജ്ഞാസു എന്ന് പറയും, അല്ലെ? അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്നും അറിയാൻ ആഗ്രഹിക്കുന്നയാളെ ജിജ്ഞാസു എന്നും പറയും. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളെ പിപഠിഷു എന്ന് പറയും. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളെ പിപാസു എന്ന് പറയും. കുടിക്കാനുള്ള ആഗ്രഹത്തെ പിപാസ എന്ന് പറയും. ആഗ്രഹിക്കുന്നയാളെ പിപാസു എന്ന് പറയും. ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തെ ബുഭുക്ഷ എന്ന് പറയും. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളെ ബുഭുക്ഷു എന്ന് പറയും. മോക്ഷം ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാകൂല. മോക്ഷം ആഗ്രഹിക്കുന്നയാളെ നമ്മൾ മുമുക്ഷു എന്ന് പറയും. പ്രയോഗിക്കുന്നയാളെ പ്രയോക്താവ് എന്ന് പറയും. കടക്കാൻ ആഗ്രഹിക്കുന്നയാളെ തിതീർഷു എന്ന് പറയും. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? ജിഗീഷു ആണ്. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതീർഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ആണ്. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? ദിദൃക്ഷു ആണ്, അല്ലെ? കാണാൻ ആഗ്രഹിക്കുന്നയാള് ദിദൃക്ഷു ആണ്. പാദം മുതൽ ശിരസ് വരെ എന്നത് ആപാദചൂടമാണ്. പാദം മുതൽ ശിരസ് വരെ ആപാദചൂടമാണ്. വേര് മുതൽ തലപ്പ് വരെ ആമൂലാഗ്രമാണ്. മാറിപ്പോകരുത്. ആമൂലാഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാകും. പാദം മുതൽ ശിരസ് വരെ എന്നുണ്ടാകും, വേര് മുതൽ തലപ്പ് വരെ എന്നുണ്ടാകും. ആമൂലാഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് മുതൽ തലപ്പ് വരെയാണ്. ആപാദചൂടം എന്നാൽ പാദം മുതൽ ശിരസ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ PSC അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആജാനുബാഹു. എന്താണ് ആജാനുബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആജാനുബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നീണ്ടയാളെയാണ് ആജാനുബാഹു, അല്ലെ? നീളമുള്ള കൈയുള്ളയാളെയാണ് ആജാനുബാഹു എന്ന് പറയാം. അപ്പൊ ആജാനുബാഹു എന്ന് പറഞ്ഞാൽ കൈ നീളമുള്ളയാളെയാണ് ആജാനുബാഹു എന്ന് പറയാം. വേര് മുതൽ തലപ്പ് വരെയാണെങ്കിൽ ആമൂലാഗ്രം, പാദം മുതൽ ശിരസ് വരെ ആപാദചൂടം. എത്തിച്ചേരാൻ പറ്റാത്തത്, സാധിക്കാത്തത് അപ്രാപ്യമാണ്. നമ്മൾ അപ്രാപ്യമായ കാര്യം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിനെയാണ് അപ്രാപ്യം എന്ന് പറയുന്നത്. വർണ്ണിക്കാൻ സാധിക്കാത്തത് അവർണ്ണനീയമാണ്. വർണ്ണിക്കാൻ സാധിക്കാത്തത് അവർണ്ണനീയമാണ്. വേദത്തെ സംബന്ധിച്ചത് വേദികമാണ്, വൈദികമാണ്. വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്. ഈ വേദത്തെ സംബന്ധിച്ച അറിവുള്ളയാളെ നമ്മൾ വൈദികൻ എന്ന് പറയും. വൈദികൻ എന്ന് പറഞ്ഞാൽ വേദജ്ഞാനമുള്ളവൻ. വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്. വ്യാകരണം അറിയുന്നവനെ നമ്മൾ വൈയാകരണം എന്ന് പറയും, അല്ലെ? വ്യാകരണം അറിയുന്നവൻ വൈയാകരണനാണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷമാണ്. ആർഷം എന്നാൽ ഋഷിയെ സംബന്ധിച്ചതാണ്. മാറിപ്പോവരുത്. ഋഷിമാരാൽ പറയപ്പെട്ടത് ഋഷിപ്രോക്തമാണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷമെങ്കിൽ ഋഷിമാരാൽ പറയപ്പെട്ടത് ഋഷിപ്രോക്തമാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമെങ്കിൽ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമികമല്ലേ എന്ന്. ഈ അടുത്ത് KS പരീക്ഷ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിൽ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമികം എന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. പല ആളുകളും അത് കറുപ്പിച്ചിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്, ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികവുമാണ്. അപ്പൊ ഇഹലോകത്തെ സംബന്ധിച്ചത് ഓപ്ഷനിൽ ഐഹം ഉണ്ടാകും, തെറ്റാണ്. ഐഹികമാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്, ഭൗമികമല്ല. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികമാണ്, ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ്. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ്. അതൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഭാരതത്തെ സംബന്ധിക്കുന്നത് ഭാരതീയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയമാണ്. ഔദ്യോഗികം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഉദ്യോഗത്തെ സംബന്ധിക്കുന്നതാണ് ഔദ്യോഗികം. അവന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ഉദ്യോഗത്തെ സംബന്ധിച്ചതാണ്. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികമാണ്. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികമാണ്, വ്യക്തിപരമല്ല, വൈയക്തികം എന്നാണ് പറയാം. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികമാണ്. ഗുരുവിന്റെ ഭാവത്തെ ഗൗരവം എന്ന് പറയും. ഗുരുവിന്റെ ഭാവത്തെ ഗൗരവം എന്ന് പറയും. ആഭിജാതന്റെ ഭാവത്തെ ആഭിജാത്യം എന്ന് പറയും. ഗുരുവിന്റെ ഭാവം ഗൗരവം, ആഭിജാതന്റെ ഭാവം ആഭിജാത്യം. ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി. ഹൃദയസ്പർശിയായ വരികൾ എന്നൊക്കെ പറയാറുണ്ട്. ഉള്ളൂരിന്റെ ഹൃദയസ്പർശിയായ വരികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശിയാണ്. ഉയർച്ച ആഗ്രഹിക്കുന്നയാളെ ഉൽപ്പതിഷ്ണു എന്നാണ് പറയാ. ഉയർച്ച ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഉയർച്ച ആഗ്രഹിക്കുന്നവനെ ഉൽപ്പതിഷ്ണു എന്നാണ് പറയാ. എന്നാൽ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്താണ് പറയാ? യാഥാസ്ഥികൻ എന്നാണ് പറയാ, അല്ലെ? മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനെ യാഥാസ്ഥികൻ എന്ന് പറയും.
യാഥാസ്ഥികൻ ആരാണ്? മാമൂലിനെ മുറുകെ പിടിക്കുന്നവനാണ്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരാണ്? അത് ഉൽപ്പതിഷ്ണുവാണ്. സുമിതയുടെ മകൻ ആരാണ്? സൗമിത്രിയാണ്. സുമിതയുടെ മകൻ സൗമിത്രിയാണ്. ദ്രോണരുടെ പുത്രൻ ദ്രൗണിയാണ്. ദ്രുപദന്റെ പുത്രി ദ്രൗപദിയാണ് കേട്ടോ. ദ്രുപദന്റെ പുത്രി, ഇപ്പൊ ദ്രൗപദി എന്ന് പറഞ്ഞ ആരാണ്? ദ്രുപദന്റെ പുത്രിയാണ്. വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി അല്ലെ. പറയുന്ന ആളാരാണ്? വക്താവാണ്. പറയുന്ന ആൾ വക്താവാണ്. അങ്ങനെയെങ്കിൽ ആരാണ് വാചാലൻ? വാചാലൻ ആരാണ്? വാചാലൻ എന്നാൽ എന്താ പറയാ, പിന്നെ അധികമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ആവശ്യമില്ലാതെ കാട് കയറി പറയുന്നവനെയാണ് വാചാലൻ എന്ന് പറയാ. വാചാലൻ അല്ല, വാഗ്മിയാണ് ശരിക്കും നല്ലൊരു ശൈലി അല്ലെ. വാഗ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം പറയുന്നവൻ വാഗ്മിയാണ്. വാചാലനും വാഗ്മിയും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. വാചാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക പ്രസംഗം നടത്തുന്നവനാണ് വാചാലൻ. വാഗ്മി എന്നാൽ ആവശ്യമുള്ളത് മാത്രം പറയുന്നതാണ്. ചില ആളുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഉജ്ജ്വല വാഗ്മിയായ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. വാഗ്മി എന്നാൽ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്നവനെ വാഗ്മി എന്ന് പറയും. എന്നാൽ അധിക പ്രസംഗം നടത്തുന്നവനെ വാചാലൻ എന്ന് പറയും. പറയുന്നയാളെ വക്താവ് എന്ന് പറയും. കാണുന്നയാൾ പ്രേക്ഷകനാണ്. എന്നാൽ അയക്കുന്നയാൾ പ്രേക്ഷകനാണ്. മാറിപ്പോകരുത്. പ്രേക്ഷകൻ കാണുന്നയാളാണ്. അയക്കുന്നയാളാണെങ്കിൽ പ്രേക്ഷകനാണ്. നമ്മളൊരു കത്തൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രം ടു എഴുതുന്നതിന് പകരം മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒഫീഷ്യൽ ലെറ്ററിലൊക്കെ പ്രേക്ഷകൻ എന്നാണ് എഴുതുക. പ്രേക്ഷകൻ സ്വീകർത്താവ് എന്നാണ് എഴുതുക. സ്വീകരിക്കുന്ന ആൾ സ്വീകർത്താവാണ്. അയക്കുന്ന ആൾ പ്രേക്ഷകനാണ്. മാറിപ്പോകരുത്. ഷ മാത്രമാണെങ്കിൽ അയക്കുന്നയാളാണ്. പ്രേക്ഷകനാണെങ്കിൽ കാണുന്നയാളാണ്. പരീക്ഷയ്ക്ക് വരുമ്പോ ക വിട്ടുപോയതാണെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളെന്ന് പ്രേക്ഷകന്റെ അർത്ഥം എഴുതരുത്. പ്രേക്ഷകൻ എന്നാൽ അയക്കുന്നയാളാണ്. കാണുന്നയാൾ പ്രേക്ഷകനാണ്. കേൾക്കുന്ന ആൾ ശ്രോതാവാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കേൾക്കുന്നയാൾ ആരാണ്? ശ്രോതാവാണ് അല്ലെ. ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയമാണ്. ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയമാണ്. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികനാണ്. തർക്കശാസ്ത്രം പഠിച്ചവൻ ആരാണ്? താർക്കികനല്ല, താർക്കികനാണ് കേട്ടോ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. യാ അല്ല തായ, സോറി കായം. താർക്കികനാണ്. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികനാണ്. പിന്നെ തിഥി നോക്കാതെ വരുന്നവൻ അതിഥിയാണ്. തിഥി നോക്കാതെ വരുന്നവൻ അതിഥിയാണ്. ഇപ്പോൾ ലൈബ്രറി അസിസ്റ്റന്റ് എക്സാമിന് ശരിയായ പ്രയോഗം എഴുതാൻ വേണ്ടി കൊടുത്ത ചോദ്യത്തിൽ അതിഥി എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇതേ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ PSC ഉത്തരമായിട്ട് കൊടുത്തത് അപരാധി എന്ന് പറയുന്ന മറ്റൊരു വാക്ക്. രണ്ടും ശരിയായിരുന്നു, പക്ഷെ PSC ഉത്തരം കൊടുത്തത് മറ്റേതാണ്. ഒരുപക്ഷെ മെയിൻ ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിഥി നോക്കാതെ വരുന്നവൻ അതിഥിയാണ്. തിഥി നോക്കാതെ വരുന്നവൻ അതിഥിയാണ്. അപ്പൊ അതിഥിയുടെ സ്പെല്ലിംഗ് ശരിക്കും പഠിച്ചു വെക്കുക. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയുടെ മലപ്പുറം, ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിലും ഈ അതിഥി എന്ന വാക്കുണ്ടായിരുന്നു. 4 വാക്കുകൾ കൊടുത്തിട്ട് ഇതിൽ തെറ്റായ പദം എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ അതിഥി ശരിയായ വാക്കായിരുന്നു, തെറ്റായ വാക്ക് മറ്റേതായിരുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും അതിഥി അവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ അതിഥി ഇടയ്ക്കിടയ്ക്ക് ഈ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. ഓർത്തു വെക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. റൗലറ്റ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? റൗലറ്റ് നിയമം പാസാക്കിയ വർഷം 1917 ആണോ, 19 ആണോ, 21 ആണോ, 23 ആണോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലേ. ഏതാണ് വർഷം? 1919 ആണ് അല്ലെ. 1919 റൗലറ്റ് നിയമം പാസാക്കിയത്. അതിനെതിരെയാണ് ജാലിയൻ വാലാബാഗിൽ ആളുകൾ സംഗമിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. The Rowlatt Act was passed by the British government to increase their grip on power over the common folk. This law was passed in March 1919 by the Imperial Legislative Council, which gave them the power. എല്ലാം കൂടി ഞാൻ വായിച്ചതാക്കുന്നില്ല, ഒന്നുമില്ല. 1919 മാർച്ചിലാണ് എന്ത് ചെയ്യുന്നത്? റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നത്. അതായത് കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു അധികാരമായിരുന്നു ഈ റൗലറ്റ് ആക്ടിലൂടെ പാസ്സാക്കപ്പെട്ടത്. അതിനെതിരെയാണ് ജാലിയൻ വാലാബാഗിൽ ആളുകൾ ഒത്തുകൂടിയത്. ജാലിയൻ വാലാബാഗ് നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 അല്ലെ.
ഏപ്രിൽ 19 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഇതിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ റൗലറ്റ് ആക്ട് ആയിരുന്നു. 1919 മാർച്ചിൽ റൗലറ്റ് ആക്ട് പാസ്സാക്കി വിചാരണ കൂടാതെ തടവിൽ വെക്കാനുള്ള ഒരു നിയമമായിരുന്നു ഈ റൗലറ്റ് ആക്ട്. അതിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ജാലിയൻ വാലാബാഗ്. അതിനെതിരെ സമാധാനപരമായി സംഗമിച്ചതായിരുന്നു. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈഫുദ്ദീൻ കിച്ചിലടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇവർ ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് അല്ലെ. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് ഉള്ളത്. ഒരു എല്ലാ വർഷവും കെട്ടിടങ്ങൾ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ വെച്ചാണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ പോകാനൊരു പോയിട്ടുണ്ട്. ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തോടു കൂടിയാണ് ഗാന്ധിജി പൂർണ്ണമായിട്ടും ഈ ഒരു സ്വതന്ത്ര സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണമായത് കാരണം ഈ ഒരു ജാലിയൻ വാലാബാഗ് സംഭവത്തോടു കൂടി തന്നെ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു ഫൈറ്റിന് അത് കാരണമാണ്. പണ്ട് ബ്രിട്ടീഷുകാരോട് വലിയൊരു സംഘടനത്തിലല്ലാതെ യോജിച്ചുകൊണ്ട് പോയിരുന്ന ആളുകളെ പോലും ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ശക്തി പകരാൻ ഈ ഒരു ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായിട്ടുണ്ടെന്നൊക്കെ ചരിത്ര ഗവേഷകർ പറയുന്നുണ്ട്. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചതിന്റെ കാരണം എന്തായിരുന്നു? സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയും. അതിന്റെ കാരണം എന്തായിരുന്നു? അതിലൊന്ന്, ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി എന്ന ആശയത്തെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. ബിയിൽ അത് ഇന്ത്യയെ വിഭജിക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ട്. സിയിൽ അത് ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്ത കമ്മീഷനായിരുന്നു പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ ഇന്ത്യൻ ദേശീയതയെ അത് വെല്ലുവിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുണ്ടായ കാരണം? ഏതായിരുന്നു? അതിൽ ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു അല്ലെ. ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇന്ത്യക്കാർ അതിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇന്ത്യക്കാരില്ലാത്ത കമ്മീഷൻ ആയതുകൊണ്ടാണ് ഇന്ത്യ അതിനെ ബഹിഷ്കരിച്ചത്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആൾസോ നോൺ ആസ് സൈമൺ കമ്മീഷൻ. അതിന് മറ്റൊരു പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് 7 മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ ജോൺ സൈമൺ. ജോൺ സൈമൺ ആയിരുന്നു ലീഡർ. 7 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു. The commission arrived in British India in 1928 to study constitutional reform in Britain's largest and most important position. അതായത് ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളനി ആയിരുന്നു അന്ന് ഇന്ത്യ അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കോളനി, അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയിലുള്ള എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി 1928 അവർ ഇന്ത്യയിൽ എത്തുന്നത്. 27 കമ്മീഷനെ നിയമിക്കുന്നത്. 28 അവർ ഇന്ത്യയിൽ എത്തുന്നത്. വൺ ഓഫ് ഹിസ് മെമ്പേഴ്സ് വാസ് ദ ഫ്യൂച്ചർ ലീഡർ ഓഫ് ദ ലേബർ പാർട്ടി ക്ലെമന്റ് ആറ്റ്ലി. നമുക്കറിയാം, പിന്നീട് ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലിയാണ് ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇതിലെ ഈ സൈമൺ കമ്മീഷനിലെ ഒരു അംഗം എന്ന് പറയുന്നത്. ഹു ബിക്കേം കമ്മിറ്റഡ് ടു സെൽഫ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ. It came to be known as the Simon Commission after its chairman, Sir John Simon. അത് നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. ജോൺ സൈമൺ ചെയർമാൻ ആയതുകൊണ്ടാണ് ആ കമ്മീഷനെ സൈമൺ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും ഈ കമ്മീഷന് പേരുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. INC decided to boycott the commission മദ്രാസ് സെഷൻ 1927. 1927 മദ്രാസ് സെഷനിലാണ് ഈ INCയെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള തീരുമാനം INC എടുക്കുന്നത്. മുസ്ലിം ലീഗ് led by Jinnah also boycotted it. ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും എന്ത് ചെയ്തു? ഈ പറയുന്ന സൈമൺ കമ്മീഷനെ എതിർക്കുകയാണ് ചെയ്തത്. ദ പോലീസ് റിസോർട്ടഡ് ടു ലാത്തി ചാർജസ് ടു സപ്രസ് ദ മൂവ്മെന്റ്. ഈവൻ സീനിയർ ലീഡേഴ്സ് ലൈക്ക് പണ്ഡിറ്റ് നെഹ്റു വർ നോട്ട് സ്പെയർഡ്. അതായത് ഇതുവരെ ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ ലാത്തി ചാർജ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ലാത്തി ചാർജിന്റെ ഫലമായിട്ട് നെഹ്റു അടക്കമുള്ള ആളുകൾക്ക് ലാത്തിയടി ഏൽക്കുന്നുണ്ട്. നമുക്കറിയാം, ലാലാ ലജപത് റായ് ലാഹോറിൽ വെച്ചിട്ട് ഈ ഒരു സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ ലാത്തിയടി ഏൽക്കുകയും അന്ന് ഏറ്റ പരിക്ക് കാരണം പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വലിയ ലാത്തി ചാർജുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, INCയുടെ ഏത് സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്? കഴിഞ്ഞ ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏത് സെഷനിലായിരുന്നു? ലാഹോർ സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായിട്ട് അംഗീകരിച്ചത്. നെഹ്റു ആയിരുന്നു എന്നൊക്കെ അധ്യക്ഷൻ എന്നും കൂടി ഓർത്തു വെക്കുക.
The 1929 Lahore session of the International Congress was a significant moment in India's fight for independence. The INC passed the historic resolution demanding complete independence, Purna Swaraj from British rule. Pandit Jawaharlal Nehru, the president of the convention, hoisted the Indian tricolor flag on the banks of the Ravi River. അതുകൂടി ഓർത്ത് നോക്കണം. രവി നദിയുടെ തീരത്താണ് നെഹ്റു 1929 എന്ത് ചെയ്തത്? ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലാഹോർ സമ്മേളനത്തിലെ തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നൊക്കെയുണ്ട്. അതിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്ന ദിവസമായിട്ട് അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 തെരഞ്ഞെടുത്തത്. The INC resolved the conflict between the extremists and moderates. The Lahore session set the stage for the civil disobedience movement led by Mahatma Gandhi. അപ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലേക്ക് നയിച്ചതും ഈ പറയുന്ന ലാഹോർ സെഷൻ തന്നെയാണെന്നുള്ള കാര്യം കൂടി കൂട്ടത്തിൽ ഓർത്തു വെക്കുക. സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുകയാണ് എങ്കിൽ ടാൻഡം PSC ഒരുക്കുന്ന സ്പെഷ്യൽ മെയിൻസ് ബാച്ച് നിങ്ങളെ ഉയർന്ന റാങ്ക് നേടാൻ സഹായിക്കും. PSCയുടെ പുതിയ ചോദ്യ രീതികൾക്കനുസൃതമായി സ്റ്റഡി പാറ്റേൺ, LSCS പരീക്ഷയ്ക്ക് മുഴുവൻ ഉദ്യോഗാർത്ഥികളും പകച്ചു നിന്ന സ്പെഷ്യൽ ടോപ്പിക് പേപ്പറിനെ ലളിതമായി നേരിടാൻ ഉദ്യോഗാർത്ഥികളെ സഹായിച്ച സ്റ്റഡി മെറ്റീരിയലുകൾ, സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 12 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡൊമൈൻ എക്സ്പേർട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ഏത് ആഴത്തിലുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠന രീതികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കിലെത്താൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഓരോ മൊഡ്യൂൾ പൂർത്തിയാകുമ്പോഴും MCQ സീരീസിലൂടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അടക്കമുള്ള ചോദ്യങ്ങളെ നേരിടാനുള്ള പ്രത്യേക പരിശീലനം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നു. എഫക്റ്റീവായി ടൈം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓറിയന്റേഷൻ ക്ലാസുകൾ, സ്പെഷ്യൽ ടോപ്പിക്, ജനറൽ നോളജ്, ജനറൽ സയൻസ് എന്നീ ടോപ്പിക് ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന രീതിയിലൂടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ ലളിതമാക്കാൻ ടാൻഡം PSC നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ ടാൻഡം PSCയോടൊപ്പം ജോയിൻ ചെയ്യൂ. ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കും. അടുത്ത ചോദ്യം നോക്കുക. ബ്രിട്ടീഷുകാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് താഴെ പറയുന്നവയിൽ എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? ഓപ്ഷൻ എയിൽ ചൗരി ചൗര സംഭവമുണ്ട്, ഓപ്ഷൻ ബിയിൽ ജാലിയൻ വാലാബാഗ് ദുരന്തമുണ്ട്, ഓപ്ഷൻ സിയിൽ കാക്കോറി കേസ് ഉണ്ട്, ഓപ്ഷൻ ഡി വാഗൺ ട്രാജഡി ഉണ്ട്. ഇതിൽ ഏതിനെ കുറിച്ച് പഠിക്കാനാണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് എന്നാണ് ചോദ്യം. ഏതാണ്? ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ അല്ലെ. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ വേറെ ഉണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ജാലിയൻ വാലാബാഗ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട നിയമിച്ചിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ കേട്ടോ. The Hunter Commission 1919 after the most tragic and disastrous Jallianwala Bagh incident on April 13, 1990. നമ്മൾ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക. നെഹ്റു രാജ്യസ്നേഹിയും ജിന്ന രാഷ്ട്രീയക്കാരനുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. നെഹ്റു രാജ്യസ്നേഹിയും ജിന്ന രാഷ്ട്രീയക്കാരനുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മൗലാന ആസാദ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ മഹാത്മാഗാന്ധി ഉണ്ട്, ഓപ്ഷൻ സിയിൽ സർ മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ അബ്ദുൽ ഗഫാർ ഖാൻ ഉണ്ട്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഉണ്ട്. ഇതിൽ ആരാണ് നെഹ്റു രാജ്യസ്നേഹിയും ജിന്ന രാഷ്ട്രീയക്കാരനുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിത്തരം. സർ മുഹമ്മദ് ഇക്ബാൽ ആണ്. നന്നായി ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചോദ്യം വന്ന് ആദ്യം വെട്ടിക്കളയാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് മുഹമ്മദ് ഇക്ബാൽ. കാരണം ജിന്നയും മുഹമ്മദ് ഇക്ബാലും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നമ്മൾ മുഹമ്മദ് ഇക്ബാൽ എന്ന ഓപ്ഷൻ ആദ്യം വെട്ടിക്കളയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇക്ബാലാണ് ഇങ്ങനെ പറഞ്ഞത്. നെഹ്റു രാജ്യസ്നേഹിയും ജിന്ന വെറും രാഷ്ട്രീയക്കാരനുമാണ് എന്നുള്ള അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് ഇക്ബാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1946 കേന്ദ്രത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ കാരണമായത് എന്താണെന്നാണ് ചോദ്യം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമാണോ, ക്രിപ്സ് മിഷന്റെ നിർദ്ദേശമാണോ, സൈമൺ കമ്മീഷന്റെ ശുപാർശയാണോ, മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണോ? ഏതാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 കേന്ദ്രത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. അപ്പൊ 1946 കേന്ദ്രത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചിരുന്നു. ആ രൂപീകരണത്തിന് നയിച്ചുള്ള കാരണം എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ക്യാബിനറ്റ് മിഷന് 1946 ഫെബ്രുവരിയിലാണ്
ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ചത്. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലമന്റ് ആറ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നു ആറ്റ്ലി അല്ലെ. ഇതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ? ഒന്ന് പെത്തിക് ലോറൻസ് ഉണ്ട്, സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്, AV അലക്സാണ്ടർ ഉണ്ട്. ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. കാരണം 3 പേരുണ്ട് അല്ലേ. അപ്പൊ 4 പേരെ കൊടുത്തിട്ട് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തത് ആര് എന്നുള്ള ചോദ്യമാണ്. ചിലപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി ഉണ്ടാവും. അപ്പോൾ എഴുതാം ക്ലെമന്റ് ആറ്റ്ലിയാണ് അംഗമല്ലാത്തത് അല്ലെ. കാരണം ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇവരെ അയച്ചത്. പക്ഷെ മിഷനിൽ അംഗമായവര് പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറുമാണ്. The cabinet mission plan recommended that the Constituent Assembly be elected by provisional assemblies through proportional representation. ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലൂടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കാൻ, അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ദ അസംബ്ലി വുഡ് ഹാവ് 389 മെമ്പേഴ്സ് വിത്ത് 292 ഫ്രം പ്രൊവിഷണൽ അസംബ്ലീസ് ആൻഡ് 4 ഫ്രം ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ആൻഡ് 93 ഫ്രം പ്രിൻസിലി സ്റ്റേറ്റ്സ്. അതായത് മൊത്തം 389 അംഗങ്ങൾ. അതിൽ 292 അംഗങ്ങൾ പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്നും, 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു, അവിടെ നിന്നും 93 പേര് പ്രിൻസിലി സ്റ്റേറ്റിൽ, അതായത് നമ്മൾ പറയാറുണ്ട് ഈ എന്താ പറയുക നാട്ടുരാജ്യങ്ങൾ അല്ലെ, അവിടെ നിന്ന് 93 പേരും. അങ്ങനെയാണ് മൊത്തം 389 പേരെ ഈ ക്യാബിനറ്റ് മിഷൻ ഈ ഒരു ഇതിലേക്ക് നിർദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ബനാറസ് സംസ്കൃത കോളേജ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഉണ്ട്, ഓപ്ഷൻ സിയിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ കൽക്കട്ട മദ്രസ ഉണ്ട്. ഇതിൽ ഏതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കൽക്കട്ട മദ്രസയാണ് ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനം. 1780 വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഈ ഒരു കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത്. 2008 ഇതിനെ സർവകലാശാല ഉയർത്തുന്നുണ്ട്. ആലിയ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഓപ്ഷനിൽ കണ്ട മറ്റൊരു സ്ഥാപനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അല്ലെ. 1784 അതായത് കൽക്കട്ട മദ്രസ സ്ഥാപിച്ച് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. ഒരു പക്ഷേ കാലക്രമത്തിൽ എഴുതാനൊക്കെ PSC ഇപ്പൊ ചോദ്യം വരാറുണ്ട്. ആ രീതിയിലെ വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 1780 കൽക്കട്ട മദ്രസ, 84 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺ ആണ് സ്ഥാപിച്ചത്. 1791 ബനാറസ് സംസ്കൃത കോളേജ്. അപ്പൊ ആദ്യം മദ്രസ, പിന്നെ സൊസൈറ്റി, പിന്നെ സംസ്കൃത കോളേജ്, പിന്നെ ആണ് എന്ത് വരുന്നത് അലിഗഡ് സർവകലാശാല വരുന്നത് 1875 സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സ്ഥാപിച്ചത്. അപ്പോൾ കൽക്കട്ട മദ്രസ 1780 വാറൻ ഹേസ്റ്റിങ്സ് സ്ഥാപിച്ചു. 1784 വില്യം ജോൺ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. 1791 ജൊനാർദൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത്. 1875 അലിഗഡ് സർവകലാശാല സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിക്കുന്നത്. അപ്പൊ ആദ്യം സ്ഥാപിച്ചത് ഏതാണ്? കൽക്കട്ട മദ്രസയാണ്, പിന്നെയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, പിന്നെയാണ് സംസ്കൃത കോളേജ്, പിന്നെയാണ് അലിഗഡ് സർവകലാശാല സ്ഥാപിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം പത്രങ്ങളെ കുറിച്ചാണ്. PSC ആവർത്തിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ചോദ്യങ്ങൾ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ദേശീയ പ്രസ്ഥാന കാലത്തെ പത്രങ്ങൾ. ഇതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2 ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നുണ്ട്. 3 വെർണക്കുലർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷ പത്രമാരണ നിയമം പിൻവലിച്ചത് ലിട്ടൺ പ്രഭു ആണെന്ന് പറയുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമുള്ള പത്രം മുംബൈ സമാചാർ ആണെന്ന് പറയുന്നു. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായത് എന്നാണ് ചോദ്യം അല്ലെ. തെറ്റല്ല ചോദ്യം, തെറ്റാണ് ചോദ്യം അല്ലെ. ശരിയായത് ഏതൊക്കെയാണ്? ശരിയായതൊന്ന് പിന്നെ ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണെന്ന് കറക്റ്റ് ആണ് അല്ലെ. പിന്നെ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമുള്ളത് മുംബൈ സമാചാരം. ഇത് രണ്ടും ശരിയാണ്. 1ഉം 3ഉം തെറ്റുമാണ്. 1ഉം 3ഉം തെറ്റാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അല്ല ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്. പത്രങ്ങളുടെ പിതാവാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. മാറിപ്പോകരുത്. പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്.
പത്രങ്ങളുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് സിക്കിയുമാണ്. വെർണക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ചത് ലിട്ടൺ പ്രഭു അല്ല, കൊണ്ടുവന്നതാണ് ലിട്ടൺ പ്രഭു, പിൻവലിക്കുന്നത് റിപ്പൺ പ്രഭുവാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ്, 2ഉം 4ഉമാണ് ശരി, 1ഉം 3ഉമാണ് തെറ്റ്. ഇവിടെ തെറ്റായതാണ് ചോദിച്ചത്, തെറ്റായതാക്കുമ്പോൾ 1ഉം 3ഉമാണ് തെറ്റ് അല്ലെ, 1ഉം 3ഉമാണ് തെറ്റ്. ഇവിടെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ശരി ഏതെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റ് 1ഉം 3ഉമാണ്, 2ഉം 4ഉം ശരിയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ പത്രങ്ങളുടെ പിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞു ജെയിംസ് അഗസ്റ്റസ് സിക്കിയാണ്. എന്നാൽ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം, നമ്മൾ പറഞ്ഞു അല്ലെ. ജെയിംസ് അഗസ്റ്റസ് സിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. 1780-ലാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചിട്ടുള്ളത്. വെർണക്കുലർ പ്രസ് ആക്ട് വന്നത് 1878-ലാണ്. ലിട്ടൺ പ്രഭു ആണ് വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത്. അത് പിൻവലിക്കുന്നത് 1882 റിപ്പൺ പ്രഭുവാണ്. മാറിപ്പോയത്, 1878 ലിട്ടൺ പ്രഭു പാസ്സാക്കുന്നു, 82 റിപ്പൺ പ്രഭു അത് പിൻവലിക്കുന്നു. നമ്മൾ പറഞ്ഞു മുംബൈ സമാചാറാണ്. പിന്നെ മുംബൈ സമാചാർ ഫർദുൻജി മറസ്ബാൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്. 1822-ലാണ് മുംബൈ സമാചാർ ആരംഭിച്ചിട്ടുള്ളത്. മുംബൈ സമാചാർ ഫർദുൻജി മറസ്ബാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം ഏതാണ്? അത് മദ്രാസ് മെയിലാണ്. സായാഹ്ന പത്രം അഥവാ ഈവനിങ് ന്യൂസ് പേപ്പർ ഏതാണ്? അത് മദ്രാസ് മെയിലാണ്. 1868 മുതൽ 1928 വരെയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ അത് പ്രസിദ്ധീകരണം ഇല്ല. 28-ൽ പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ്. ഇന്ത്യയിൽ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോൺറോയി ആണെന്ന് പറയുന്നുണ്ട്. രാജാറാം മോൺറോയിയുടെ പ്രധാനപ്പെട്ട പത്രമായിരുന്നു സംബാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. PSC ഭാഷയും ചോദിക്കാറുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണല്ലോ, മിറാത്തുൽ അക്ബർ എന്ന് കാണുമ്പോൾ അത് രാജാറാം മോൺറോയി ആയിട്ട് ഒത്തുപോകുന്നില്ല. ഒരു മുസ്ലിം പേരൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെ. അപ്പൊ മിറാത്തുൽ അക്ബർ രാജാറാം മോൺറോയിയുടെ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ്. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലുള്ള രാജാറാം മോൺറോയിയുടെ പത്രമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ദേശീയ പത്രങ്ങളും ആരംഭിച്ച വ്യക്തികളെ സംബന്ധിച്ച ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ 1-ല് വോയിസ് ഓഫ് ഇന്ത്യ ഉണ്ട്, മോത്തിലാൽ നെഹ്റു ഉണ്ട്. 2 യങ് ഇന്ത്യ ഉണ്ട്, MK ഗാന്ധി ഉണ്ട്. MK ഗാന്ധി ഗാന്ധിജിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി. 3 കോമൺവെൽത്ത് ഉണ്ട്, ആനി ബസന്റ് ആണ്. 4 ഹരിജൻ ഉണ്ട്, ഡോക്ടർ BR അംബേദ്കർ. 5 ഇന്ത്യൻ എന്ന പത്രം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണെന്ന് പറയുന്നുണ്ട്. 6 നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി? ഏതൊക്കെയാണ്? വോയിസ് ഓഫ് ഇന്ത്യ മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണോ? അല്ല അല്ലെ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാബായി നവറോജിയുടേതാണ്. നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ അല്ലെ, നവറോജിയുടേതാണ് അല്ലെ. യങ് ഇന്ത്യ ഗാന്ധിജിയുടേതാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യങ് ഇന്ത്യയുടേതാണ്, ഗാന്ധിജിയുടേതാണ്. പിന്നെ കോമൺവെൽത്ത് ആരുടേതാണ്? ആനി ബസന്റ് ആണ്. ബസന്റ് ആണ് വീല് അല്ലെ. വീല് ബസന്റ്, ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ബസന്റ് വീല്, ഇത് നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ബേസിൽ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആനി ബസന്റ് കോമൺവെൽത്ത് അല്ലെ. ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻ ആയിരുന്നു, ഇങ്ങനെ മാച്ച് ചെയ്യാൻ തന്നെയായിരുന്നു. പക്ഷെ അതിൽ പിന്നെ വീല് ആനി ബസന്റ് ആണെന്ന് അറിയുകയാണെങ്കിൽ, കോമൺവെൽത്ത് ആനി ബസന്റ് അറിയുകയാണെങ്കിൽ തന്നെ അതിന്റെ ആൻസർ കിട്ടുമായിരുന്നു. നമ്മൾ ഇതിന് നേരത്തെ തന്നെ നമ്മുടെ ബാച്ചിൽ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അതേ സ്ലൈഡ് ആണത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ബസ്സിനാണ് വീൽ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഹരിജൻ എന്ന പത്രം ഡോക്ടർ അംബേദ്കറിന്റേതാണ് അല്ലെ. ഹരിജൻ അംബേദ്കർ ആണ്, അതും കറക്റ്റ് ആണ്. സോറി, ഹരിജൻ അംബേദ്കർ അല്ല, അത് തെറ്റാണ്. ഹരിജൻ ആരുടേതാണ്? ഗാന്ധിജിയുടെ പത്രമാണല്ലോ. മൂക്ക് നായകാണ് അംബേദ്കറിന്റെ പത്രം. ഹരിജൻ അംബേദ്കറിന്റെ പത്രമല്ല, അത് തെറ്റാണ്. ഇന്ത്യ എന്ന പത്രം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്, കറക്റ്റ് ആണ് അല്ലെ. ഇന്ത്യ സുബ്രഹ്മണ്യ ഭാരതിയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ മറ്റൊരു പേരാണ് ഭാരത് അല്ലെ. ഇന്ത്യ മറ്റൊരു പേരാണ് ഭാരത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സുബ്രഹ്മണ്യ അയ്യർ പറയുന്നുണ്ട്, സുബ്രഹ്മണ്യ അയ്യർക്ക് വേറെ പത്രമുണ്ട്. ഇത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഹിന്ദു എന്ന പത്രം സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഹിന്ദു എന്ന പത്രം സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. എന്നാൽ ഇന്ത്യ എന്ന പത്രം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആണ് അല്ലെ. ഇന്ത്യ സുബ്രഹ്മണ്യ ഭാരതിയാണ്. നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, അത് കറക്റ്റ് ആണ്. നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ കറക്റ്റ് ആണ്.
അപ്പൊ ആണെങ്കിലും ഒന്ന് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. നാഷൻ ഇപ്പൊ നമ്മുടെ രാജ്യം ഈ ഗോകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ നാഷൻ ഗോകൾ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നാഷൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ നെഹ്റുജിയുടെ നമുക്ക് ഓർത്ത് വെക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ഓർത്ത് വെക്കാം. ഒന്നുകിൽ നമുക്കറിയാം ഇന്ത്യയുടെ ശബ്ദം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി അല്ലെ. ആ രീതിയിൽ നമുക്ക് വോയിസ് ഓഫ് ഇന്ത്യ കണക്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വയസ്സൻ, അതായത് നമ്മൾ പറയാം ഇന്ത്യയുടെ വന്യവയോധികൻ എന്നാണ് ദാദാഭായ് നവറോജി അറിയപ്പെടുന്നത്. അപ്പൊ വയസ്സൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 ശരിയാണ്, 3 ശരിയാണ്, 5 ശരിയാണ്, 6 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. 2, 3, 5, 6. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇൻഡിപെൻഡൻസ് ആയിട്ടാണ് മോത്തിലാൽ നെഹ്റുവിൻ്റെതാണ് കേട്ടോ. ഇൻഡിപെൻഡന്റ് എന്റെ അപ്പൻ്റെതാണെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കാരണം നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിരുന്നു മോത്തിലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെതാണ് ഇൻഡിപെൻഡൻസ്. ഹരിജൻ ഗാന്ധിജിയുടേതാണ്. ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെതാണ്. കോമൺവെൽത്തും ആനി ബസന്റ് ആണ്. അതേപോലെ ന്യൂ ഇന്ത്യയും ആനി ബസന്റ് ആണ്. ആന്റി ഒരു ന്യൂ ബസ് വാങ്ങി എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ആനി ബസന്റിന്റെതാണ് ന്യൂ ഇന്ത്യ. കേസരിയും മറാത്തയും തിലകന്റേതാണ്. കേസരിയും മറാത്തയും ആരുടേതാണ്? തിലകന്റേതാണ്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ്. ബംഗാളി ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഏതെങ്കിലും നമുക്കറിയാം ഈ പിന്നെ കരിക്കൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അതിലുണ്ടല്ലോ സുര എന്ന് പറയുന്ന ഒരു ബംഗാളി ഉണ്ട്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നമുക്കറിയാം ഈശ്വരൻ ആണ് പ്രകാശം അല്ലെ, വെളിച്ചം നൽകുന്നയാളാണ് ഈശ്വരൻ അല്ലെ. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. ഈശ്വരൻ, ചന്ദ്രൻ, വിദ്യാസാഗർ. അത് ഷോം പ്രകാശാണ്. പ്രകാശം നൽകുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈശ്വരനുണ്ട്, ചന്ദ്രനുണ്ട്, വിദ്യയുണ്ട്. ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഈശ്വരൻ പ്രകാശം വെളിച്ചം നൽകുന്നയാളാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ വെളിച്ചം നൽകും, വിദ്യയും വെളിച്ചമാണ് അല്ലെ. ആ രീതിയിലൊക്കെ കണക്ട് ചെയ്തൊക്കെ 3 വാക്കും നമുക്ക് ഷോം പ്രകാശുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഷോം പ്രകാശ്, ഈശ്വർ ചന്ദ്ര, വിദ്യാസാഗർ. അൽ ഹിലാൽ അബുൽ കലാം ആസാദിന്റെ പത്രമാണ്. അൽ ഹിലാൽ ആരുടേതാണ്? അബുൽ കലാം ആസാദിന്റെ പത്രമാണ്. വന്ദേ മാതരം ലാലാ ലജപത് റോയിയുടെ പത്രമാണ്. വന്ദേ മാതരം രചിച്ചത് ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. കൺഫ്യൂഷൻ ആവരുത്. വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജപത് റായിയുടേതാണ്. ഹിന്ദു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഹിന്ദു അതേപോലെ സ്വദേശി മിത്രമൊക്കെ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. അയ്യർ ഹിന്ദു എന്ന പത്രം അയ്യരുടേതാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടേത് ഇന്ത്യയാണ്. അത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം അയ്യപ്പൻ, അതിൽ അയ്യർ, പിന്നെ അയ്യരൊക്കെ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് അല്ലെ. ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. അയ്യർ, സുബ്രഹ്മണ്യ അയ്യരുടേത് ഹിന്ദു, അതേപോലെ സ്വദേശി മിത്രം. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദീൻബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ, ദീൻബന്ധു മിത്രയാണ്. അത് പത്രമല്ല, ഒരു നാടകമാണ്. നീൽ ദർപ്പൺ, ദീൻബന്ധു മിത്രയാണ്. കൂട്ടത്തിലൊന്ന് ഓർത്തു വെക്കുക. അത്രയാണ് നമ്മൾ പിന്നെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഭരണഘടനയുടെ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമുക്ക് സമയമില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകും. ഡാഷ് is an order given by a superior court to subordinate court on tribunal or public authority to do so if it is not discharging its duty. അതായത് ജോലി ചെയ്യാത്ത ഒരാളോട് ജോലി ചെയ്യാൻ കൽപ്പിക്കുന്ന റിട്ട് ഏത് എന്നാണ് ചോദ്യം. ജോലി ചെയ്യാത്ത ഒരാളോട് ജോലി ചെയ്യാൻ കൽപ്പിക്കുന്ന റിട്ട് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണോ, മൻഡാമസ് ആണോ, സെർഷോററി ആണോ, കോ വാറണ്ടോ ആണോ? വി കമന്റ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു റിട്ട് ഉണ്ട്. ഏതാണ്? മൻഡാമസ് ആണ് ഉത്തരം അല്ലെ. മൻഡാമസ് ആണ് ആൻസർ. അപ്പൊ അതായത് ഒരു താഴ്ന്ന അതോറിറ്റിയോടെ, കീഴ്ക്കോടതിയോടെ ഒക്കെ തന്റെ ജോലി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന റിട്ടാണ് മൻഡാമസ് അല്ലെ. വി കമന്റ് എന്നാണ് അതിന്റെ അർത്ഥം. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് നമുക്കറിയാം. എന്താണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം? ടു ഹാവ് ദ ബോഡി അല്ലെ. ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. ക്യാൻ ബി ഇഷ്യൂഡ് ബോത്ത് അഗേൻസ്റ്റ് പബ്ലിക് അതോറിറ്റീസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്.
ഈ ഹേബിയസ് കോർപ്പസ് ഒരു പ്രൈവറ്റ് വ്യക്തി, ഒരു സ്വകാര്യ വ്യക്തി ഒരാളെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെയും അതല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിക്കെതിരെയും പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രൊഹിബിഷൻ എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ടു ഫോർബിഡ്, അതായത് നിരോധിക്കുക എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുന്ന റിട്ടാണ് prohibition issued by the higher court to the lower court to prevent the latter from exceeding its jurisdiction. അതായത് അധികാര പരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അധികാര പരിധി ലംഘിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്നാൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കടക്കേണ്ടത് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അധികാര പരിധി ലംഘിക്കുമ്പോൾ, കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുമ്പോൾ അതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ള റിട്ട്. എന്താണ് സെർഷ്യോററി? സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് എന്നാണ് അർത്ഥം. അതായത് കീഴ്ക്കോടതിയുടെ പരിധിയിലുള്ള അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ്, അതിന്റെ രേഖകളൊക്കെ മേൽക്കോടതിക്ക് കൈമാറാൻ വേണ്ടി ആവശ്യപ്പെടുന്ന റിട്ടാണ് സെർഷ്യോററി. issued by a higher court to the lower court to transfer a case pending with the later to itself to squash the order of the later in the case. അതായത് ഈ കേസ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽക്കോടതിക്ക് കൈമാറാൻ വേണ്ടി ആവശ്യപ്പെടുന്ന റിട്ടാണ് സെർഷ്യോററി. കോ വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നുള്ളതാണ്. ബൈ വാട്ട് അതോറിറ്റി, നിങ്ങൾക്ക് എന്ത് അധികാരം എന്നാണ് കോ വാറണ്ട് എന്ന റിട്ടിന്റെ പേരിന്റെ തന്നെ അർത്ഥം. ഇഷ്യൂഡ് ബൈ ദ കോർട്ട് to inquire into the legality of the claim of the person to the public office. അതായത് അനർഹമായിട്ട് ഒരാൾ ഒരു സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനം വഹിക്കുകയാണെങ്കിൽ അതിനെ തടയുന്ന റിട്ടാണ് കോ വാറണ്ട്. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് കസേരയിൽ ഇരിക്കാനുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരാൾ യോഗ്യതയില്ലാത്ത ഒരാൾ വ്യാജമായ മാർഗത്തിലൂടെ ജോലി നേടുകയോ അതല്ലെങ്കിൽ ഒരാൾ യോഗ്യത കണ്ട് ജോലിയിൽ കയറി പക്ഷെ സമയം കഴിഞ്ഞു, 5 വർഷത്തേക്ക് നിയമിച്ച ആൾ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കുകയാണ്, അവിടെ പോകുന്നില്ല, അത്തരം ഘട്ടത്തിലൊക്കെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ട് എന്നറിയപ്പെടുന്ന റിട്ട്. അതായത് ഒരു കസേരയിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാൾ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ തടയുന്ന റിട്ടാണ് കോ വാറണ്ടോ റിട്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്, അതുകൊണ്ടാണ് അടിച്ചു വിട്ട് പോകുന്നത് കേട്ടോ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓഫ് ദം ആർ ഇൻകറക്റ്റ്. അതായത് പറയുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ചോദ്യം. ഇന്ത്യ ബോറോഡ് പ്രൊവിഷൻ ഓഫ് റിട്സ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, ഹൈക്കോർട്ട്സ് റിട്ട് ജുഡിക്ഷൻ ഈസ് സ്പെസിഫിക്കലി ലിമിറ്റഡ് ടു എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാത്രം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് സുപ്രീം കോടതി ക്യാൻ ഇഷ്യൂ റിട്സ് ഫോർ ബോത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് അതർ ലീഗൽ റൈറ്റ്സ്. സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനോടൊപ്പം തന്നെ മറ്റുള്ള നിയമവകാശങ്ങൾക്ക് വേണ്ടിയും റിട്ട് പുറപ്പെടുവിക്കാം എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. 4 പറയുന്നത് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് അഗൈൻസ്റ്റ് എ പേഴ്സൺ ഓർ ഗവൺമെന്റ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏതൊരു പ്രദേശത്തുള്ള ഒരു വ്യക്തിക്കെതിരെയും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെതിരെയും ഒരു ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ് ചോദ്യം. ഏതൊക്കെയാണ് ആദ്യം കറക്റ്റ് ഏതാന്ന് നോക്കാം നമുക്ക്. ഇന്ത്യ റിട്ട് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്. ശരിയാണ് അല്ലെ? റിട്ടഡ് അങ്ങനെ ഓർത്താൽ മതി, അത് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഇന്ത്യ റിട്ട് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്, അത് ശരിയാണ്. ഹൈക്കോർട്ട് റിട്ട് ജുഡിക്ഷൻ ഈസ് സ്പെസിഫിക്കലി ലിമിറ്റഡ് ടു എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഹൈക്കോടതിക്ക് എല്ലാ ലിമിറ്റേഷൻ ഉള്ളത്, സുപ്രീം കോടതിക്കാണ് ഇത്തരം ലിമിറ്റേഷൻ ഉള്ളത്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അല്ലാത്ത കാര്യത്തിലും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്ത കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും? റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും ഹൈക്കോടതിക്ക്. സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട റിട്ടുകൾ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റൂ. അപ്പൊ 2ഉം തെറ്റാണ്, 3ഉം തെറ്റാണ് അല്ലെ? 3ൽ പറയുന്നത് സുപ്രീം കോടതിക്ക് അല്ലാത്ത വിഷയത്തിൽ റിട്ട് പുറപ്പെടുവിക്കുക എന്നാണ്. സുപ്രീം കോടതിക്ക് പറ്റില്ല, ഹൈക്കോടതിക്കാണ് പറ്റും. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് അഗൈൻസ്റ്റ് പേഴ്സൺ ഓർ ഗവൺമെന്റ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി. ഇല്ല അല്ലെ? ഹൈക്കോടതിക്ക് പറ്റില്ല. സുപ്രീം കോടതിക്ക് ഇന്ത്യയിലുള്ള ഏത് പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കെതിരെയും റിട്ട് പുറപ്പെടുവിക്കാം. എന്നാൽ ഹൈക്കോടതിയുടെ കേസിൽ ഹൈക്കോടതിയുടെ ജൂറിഡിക്ഷനിലുള്ള അധികാര പരിധിയിലുള്ള വ്യക്തികൾക്ക്, സ്ഥാപനത്തിന്, ഗവൺമെന്റിനെതിരെ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 3ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2ഉം 3ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷനുകൾ. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പൊ 2, 3, 4 ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. സുപ്രീം കോടതികൾക്ക് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള റിട്ടുകൾ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് നിയമവകാശങ്ങൾക്ക് വേണ്ടിയുള്ള റിട്ടുകൾ കൂടി പുറപ്പെടുവിക്കാം.
ആർട്ടിക്കിൾ 32 തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആൻഡ് ഹെൻസ് ദ സുപ്രീം കോർട്ട് മെ നോട്ട് റിഫ്യൂസ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. സുപ്രീം കോടതിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. ഒരാൾ റിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യം ന്യായമാണെങ്കിൽ ഒരിക്കലും സുപ്രീം കോടതിക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. റിട്ട് പുറപ്പെടുവിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണ്, ആർട്ടിക്കിൾ 32 ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ടിട്ടുള്ള അനുച്ഛേദമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന 32 പ്രകാരമായതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിർബന്ധമായിട്ട് റിട്ട് പുറപ്പെടുവിച്ചിരിക്കണം. എന്നാൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 പ്രകാരമാണ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഹൈക്കോടതിക്ക് കുറച്ചുകൂടി എന്തുണ്ട്, എന്താ പറയാ, ഫ്രീഡം ഉണ്ട് അല്ലെ. The Supreme Court can issue writs against a person or government throughout the territory of India, whereas a High Court can issue writs against person residing on or against a government or authority located within its territorial jurisdiction. അതിന്റെ അധികാര പരിധിയിലുള്ള പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകൾക്കെതിരെ, അതോടൊപ്പം അവിടെ ഉള്ള ഗവൺമെന്റിനെതിരെയൊക്കെ ഈ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. India borrowed the provision of emergency from South Africa, സ്പെയിൻ, ജർമ്മനി, അയർലൻഡ്. എവിടെ നിന്നാണ് എമർജൻസി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തതെന്നാണ് ചോദ്യം. ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകുക. എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ. എമർജൻസി എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. പാർട്ട് 18 ഈ ഒരു അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. borrowed from Weimar Constitution of Germany എന്ന് പറയുന്ന മെക്കാനിസം ഫോർ ദർ ഇംപ്ലിമെന്റേഷൻ വാസ് ടേക്കൺ ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആ പോയിന്റ് ഓർത്ത് വെക്കണം. ജർമ്മനിയിൽ നിന്നാണ് ഈ അടിയന്തരാവസ്ഥ കടമെടുത്തതെങ്കിൽ കൂടി അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. പ്രൊവിഷൻ ഫോർ സസ്പെൻഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി വാസ് borrowed ഫ്രം ജർമ്മനി. ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ജർമ്മനിയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 20 ആൻഡ് 21 കനോട്ട് ബി സസ്പെൻഡഡ് അല്ലെ. വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 2 അനുച്ഛേദങ്ങളാണ് 20ഉം 21ഉം. ഈ 20ഉം 21ഉം അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 19 ആർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് എന്ന് പറയുന്നുണ്ട്. അതായത് 19 അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളാണ് അനുച്ഛേദം 19 പറയുന്നത്. ഈ 19 പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ, മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മളൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അനുച്ഛേദം 382 പ്രകാരം അത് ക്യാൻസൽ ആകും അല്ലെങ്കിൽ സസ്പെൻഡ് ആകും. ബാക്കിയുള്ള റിട്ടുകൾ 20, 21 തീരെ ചെയ്യാൻ പറ്റൂല. 19 ഓട്ടോമാറ്റിക് ആകും. 19, 20, 21 ഈ 3 റിട്ടുകളല്ലാത്ത ബാക്കി അനുച്ഛേദങ്ങളല്ലാത്ത ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും പ്രസിഡന്റ് 389 പ്രകാരം സസ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എമർജൻസി ആർ കറക്റ്റ്? അടിയന്തരാവസ്ഥയിൽ ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ദ ടേം ഇന്റേണൽ ഡിസ്റ്റർബൻസ് ചേഞ്ച്ഡ് ടു ആംഡ് റെബലിയൻ ഇൻ 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. 42ാം ഭേദഗതിയിലാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് ആംഡ് റെബലിയനായിട്ട് മാറ്റി. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഗ്രൗണ്ട്സ്, അതായത് കാരണങ്ങൾ പറയുന്നിടത്ത് നേരത്തെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുണ്ടായിരുന്നു, അത് ആംഡ് റെബലിയനാക്കി മാറ്റിയത് 42nd അമെന്റ്മെന്റ് ആണെന്ന് പറയുന്നു. 2 ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നുണ്ട്. 3 ദ ടേം ഓഫ് ദ ലോക്സഭ may be extended beyond the normal term for 1 year at the time of during emergency. എമർജൻസിയുടെ കാലത്ത് 1 വർഷം ലോക്സഭയുടെ കാലാവധി നീട്ടാമെന്നാണ് പറയുന്നത്. 4 ദ ഫസ്റ്റ് സ്റ്റേറ്റ് എമർജൻസി ഇൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇൻ കേരള. കേരളത്തിലാണ് ആദ്യത്തെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. നമുക്കറിയാം 44ാം ഭേദഗതിയിലാണ് ഇത് മാറ്റുന്നത്. ആംഡ് റെബലിയൻ മാറ്റിയിട്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റിയിട്ട് ആംഡ് റെബലിയൻ ആക്കുന്നത് 44th അമെന്റ്മെന്റിലാണ്, 42nd അല്ലാതെ തെറ്റാണ്. രണ്ടാമത്തത് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോക്സഭയുടെ കാലാവധി 1 വർഷം നീട്ടാൻ പറ്റും, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4ാമത്തത് ദ ഫസ്റ്റ് സ്റ്റേറ്റ് എമർജൻസി ഇൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇൻ കേരള. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യയിലല്ല അല്ലെ. ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലാണോ അല്ല അല്ലെ. അപ്പൊ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതുള്ളത് 44ാം ഭേദഗതിയിലാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആംഡ് റെബലിയൻ ആക്കിയത്. aimed to limit executive's power to declare an emergency and strengthen judicial independence. ഈ 44ാം ഭേദഗതിയോട് കൂടി
ഈ പാർലമെന്റിന്റെ പിന്നെ എക്സിക്യൂട്ടീവിന്റെ പവർ കുറച്ചുകൊണ്ട് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് കൂട്ടുകയാണ് ചെയ്തത്. ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ ആൻ എമർജൻസി ഓൺലി ആഫ്റ്റർ എ റിട്ടേൺ റെക്കമെൻഡേഷൻ ഫ്രം ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് ഒരു റിട്ടേൺ റെക്കമെൻഡേഷൻ കൊടുത്താൽ മാത്രമേ പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം കൂടി 44 ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇഫ് അപ്രൂവ്ഡ് ബൈ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് കണ്ടിന്യൂസ് ഫോർ 6 months വിത്ത് പൊട്ടൻഷ്യൽ ഇൻഡെഫിനിറ്റ് എക്സ്റ്റൻഷൻസ് വിത്ത് പാർലമെന്റ് അപ്രൂവൽ എവറി 6 months. അതായത് 6 മാസത്തേക്കാണ് പാർലമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ ഓരോ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പാർലമെന്റ് പാസ്സാക്കണം, 2 സഭകളും പാസ്സാക്കിയിരിക്കും. ദ എക്സ്റ്റൻഷൻ ടേം കനോട്ട് കണ്ടിന്യൂ ബിയോണ്ട് എ പീരീഡ് ഓഫ് 6 months ആഫ്റ്റർ ദ എമർജൻസി ഹാസ് സീസ്ഡ് ടു ഓപ്പറേറ്റ്. അതായത് ഈ എക്സ്റ്റൻഷൻ ടൈം 6 മാസത്തിൽ കൂട്ടാൻ പറ്റൂല ആഫ്റ്റർ ദ എമർജൻസി ഹാസ് സീസ്ഡ് ടു ഓപ്പറേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ കാലാവധി 1 വർഷം വരെ നീട്ടാന്ന് പറഞ്ഞു അല്ലെ. ഈ 1 വർഷം വരെ നീട്ടുകയാണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റൂല, ഈ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിലപ്പുറം ഇത് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ കാരണങ്ങൾ പറയുന്നുണ്ട്: വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇത് 3ആണ് ഇപ്പൊ ഇതിന്റെ ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇതൊക്കെയായിരുന്നു അതിന്റെ കാരണം. ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ് മാറ്റിയിട്ട് എന്തായിട്ട് മാറിയത്, ആംഡ് റെബലിനെയൊക്കെ മാറ്റിയത്. നാഷണൽ എമർജൻസി ഹാസ് ബീൻ ഡിക്ലെയർഡ് 3 times ഇൻ ഇന്ത്യ. 1962 ഇന്തോ ചൈന വാറിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ 1971 ഇൻഡോ പാക് വാർ, 1975 പ്രസീവ്ഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസസ്. ഈ ഒരു 75 ഈ ഒരു കാരണം കൊണ്ടാണ് പിന്നീട് 78 ഇത് ഇത് മാറ്റുന്നത്, ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റിയിട്ട് ആംഡ് റെബലിയനാക്കി മാറ്റുന്നത്. മിസ്യൂസ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. സ്റ്റേറ്റ് എമർജൻസി ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലല്ല, പഞ്ചാബിലാണ് അല്ലെ. 1951 ജൂൺ 20 പഞ്ചാബിലാണ് ആദ്യമായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്, 10 തവണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോ അത് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, നമുക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ കമന്റിൽ പിന്നെ ചെയ്യാം. ഇതിപ്പോ മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, ഞാനൊന്ന് കമന്റ് ചെയ്യാം. മണിപ്പൂരാണോ ഇപ്പോൾ എന്നുള്ളത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ കേരള പ്രസിഡൻഷ്യൽ റൂള്, കേരളത്തിൽ 7 തവണയാണ് കേരളത്തിൽ പ്രസിഡൻഷ്യൽ റൂള് വന്നിട്ടുള്ളത്. 1956, 57 വന്നിട്ടുണ്ട്, 59 to 60 വരെ വന്നിട്ടുണ്ട്, 64 to 67 വരെ വന്നിട്ടുണ്ട്, 70 വന്നിട്ടുണ്ട്, 79, 80, 81, 82 കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 56, 57 ഏർപ്പെടുത്താനുള്ള കാരണം കേരളം രൂപീകരിച്ചിട്ട് ആ ഇലക്ഷൻ നടന്ന് പുതിയ മന്ത്രിസഭ വരുന്നത് വരെയുള്ള സമയമായിരുന്നു. അത് ഓർത്തു വെക്കണം. അതാണ് ആദ്യത്തെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു എമർജൻസി അല്ല, അവിടെ രാഷ്ട്രപതി ഭരണമാണ്. എമർജൻസിയുടെ ഒരു കാര്യമല്ല, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. Article 21A of the Constitution of India provides right to dash. 21A എന്താണ് പറയുന്നത്? റൈറ്റ് ടു വർക്ക് ആണോ, റൈറ്റ് ടു പ്രൈവസി ആണോ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ? ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അല്ലെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. 86 ഭേദഗതിയോട് കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21A പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് അത് ഓരോന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ PDF നോട്ട്സ് നോക്കിയിട്ടോ ഇത് ഒന്ന് നിങ്ങൾ വായിച്ചെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ ടേക്കൺ ഫ്രം. എവിടെ നിന്നാണ് എടുത്തത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, US ആണോ, ബ്രിട്ടീഷ് ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെ. ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. US കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടം കൊണ്ടിട്ടുള്ളത്. ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തു നിന്നും കടമെടുത്തതെന്ന് പറയുന്നുണ്ട്. കാനഡ, അയർലൻഡ്, സോവിയറ്റ് യൂണിയൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹു among the following headed the 9-judge constitutional bench that declared the right to privacy as a fundamental right? Who among the following headed the 9-judge constitutional bench that declared the right to privacy as a fundamental right? ഈ അടുത്തായിട്ട് ഒരു കേസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെ പുട്ടസ്വാമി കേസാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ എന്താ പറയാ, പ്രൈവസിക്കുള്ള അധികാരം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 9 അംഗ ജഡ്ജിനെ നിയമിച്ചത്, നേതൃത്വം കൊടുത്തത്, ലീഡ് ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ JS കഹാർ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ദീപക് മിശ്ര ഉണ്ട്, ഓപ്ഷൻ സിയിൽ JH കെനിയ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ TS താക്കൂർ ഉണ്ട്. ആരാണ്? JS കഹാർ ആയിരുന്നു അല്ലെ. ഓപ്ഷൻ എ ആണ്
ശരി ഉത്തരം JS കെഹാർ ആണ്. Under the Constitution of India on 24th August 2017, the Supreme Court of India made a historic judgment and declared the right to privacy as a fundamental right. Jagadish Singh Kehar was the former and 44th Chief Justice of India. He was appointed as Chief Justice in the year 2017. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആധാറുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഈ റൈറ്റ് ടു പ്രൈവസി സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടേം റിപ്പബ്ലിക് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് എന്ന ടേം കൊണ്ട് ടേമിനെ കുറിച്ച് പറയുന്നതിൽ എന്തൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൾവേസ് ഡയറക്ട്ലി എലക്റ്റഡ്. ഒരു റിപ്പബ്ലിക് ആവണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഹെഡ് ഓൾവേസ് ഡയറക്ട്ലി എലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നേരിട്ട് തെരഞ്ഞെടുക്കണം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. രണ്ട്, വെസ്റ്റിംഗ് ഓഫ് പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇൻ ദ പീപ്പിൾ. റിപ്പബ്ലിക് ആകുമ്പോൾ പൊളിറ്റിക്കൽ സോവറിനിറ്റി ജനങ്ങൾക്ക് ആണ് ഉണ്ടാവുക, അതായത് പരമാധികാരം ജനങ്ങൾക്കായിരിക്കും. 3, ആൾ പൊളിറ്റിക്കൽ ഓഫീസസ് ആർ ഓപ്പൺ ടു എവറി സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അതെല്ലാ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളും എല്ലാ ഓഫീസുകളും എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് ഒരു വിവേചനവുമില്ലാതെ തുറന്നു കൊടുക്കണം. അപ്പേ റിപ്പബ്ലിക് ആകും എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നല്ല ചോദിച്ചത്, കറക്റ്റ് ആണ് ചോദ്യം. ഓക്കെ, ഏതൊക്കെയാണ്? ആ 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2ഉം 3ഉമാണ് ശരി. 1 തെറ്റാണ് അല്ലെ. അതായത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ നേരിട്ട് തെരഞ്ഞെടുക്കണമെന്നില്ല, ഐദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തിയാൽ മതി. ഡയറക്റ്റ് ആയിട്ട് തന്നെ തെരഞ്ഞെടുക്കണമെന്നില്ല. ഇന്ത്യയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് അല്ലെ. ഇലക്ട്രൽ എന്താ പറയാ കൊളീജിയമാണ് തെരഞ്ഞെടുക്കുന്നത്. സോറി, എന്താ പറയാ ഇലക്ട്രൽ കോളേജ് ആണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് തെരഞ്ഞെടുക്കണമെന്നില്ല, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എങ്ങനെയായാലും മതി എന്ന് പറയുന്നുണ്ട്. In a republic, the head of the state is always either directly or indirectly elected for a fixed period. So, preamble basically gives the ideas of source of the constitution, nature of Indian state, statement of its objectives, date of its adoption ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ചിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിക്കുക. ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും, അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഡിസ്ക്രൈബ്ഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. ഖാദി ബോർഡ് LDC കാണുന്ന എൻ്റെ ഓർമ്മ. രാഷ്ട്രീയ ജാതകം എന്ന് ഈ പറയുന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. താക്കൂർദാസ് ഭാർഗവാണോ, KM മുൻഷിയാണോ, NK പൽക്കിവാലയാണോ, BR അംബേദ്കർ ആണോ? ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. KM മുൻഷിയാണ് എന്ത് പറഞ്ഞത്, രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. KM മുൻഷിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇവിടെ A എന്ന് എഴുതിയത് തെറ്റാണ്, ബി ആണ് കേട്ടോ. പിന്നെ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ബേസിക് സ്ട്രക്ചറിന് പിന്നെ പ്രിയാമ്പിൾ പിന്നെ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞതും ബേസിക് സ്ട്രക്ചറിന് തകരാറില്ലാത്ത രീതിയിൽ ഏത് ഭാഗവും പിന്നെ ഇന്ത്യക്ക് പിന്നെ പാർലമെന്റിന് ഭേദഗതി ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. കേരള ലാൻഡ് റിഫോംസ് ആക്ടിനെതിരെയായിരുന്നു കേശവാനന്ദ ഭാരതി കേസിൽ പോയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് ഈ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഐഡന്റിറ്റി കാർഡ് എന്നതിനെ വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ്. ആമുഖത്തെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ്. സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. പിന്നെ അംബേദ്കർ ഒരു പിന്നെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 കൂടി ഓർത്തു വെക്കുക. ആമുഖത്തെ അല്ല, അനുച്ഛേദം 32 അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പിന്നെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഐഡന്റിറ്റി കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാലയാണ്. കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഓർത്തെടുക്കുക. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.